വിഷയം അൽ അൻസാർ എന്നതാണ്. ആരാണ് അൻസാരികൾ? മദീനയിലാണല്ലോ നാം താമസിക്കുന്നത്. മദീനയിൽ താമസിക്കുമ്പോൾ അൻസാറുകളെക്കുറിച്ച് പഠിക്കണം. അൻസാറുകളെക്കുറിച്ച് വിശദമായി പഠിക്കണം. അൻസാറുകൾക്ക് എന്തിനാണ് ആ പേര് നൽകപ്പെട്ടത് എന്നതും പഠിക്കണം. പേരാര് നൽകി എന്നതും പഠിക്കണം. എപ്പോൾ ലഭിച്ചു എന്നതും പഠിക്കണം. ആ പേരവർക്ക് നൽകിയതിൻ്റെ പിന്നിൽ നിന്നിട്ട് മുസ്ലിം ലോകം ഖിയാമത്ത് നാൾ വരെ പഠിക്കേണ്ട പാഠവും ഗ്രഹിക്കണം. ഇതെല്ലാം മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയവർക്ക് അനിവാര്യമാണ്. കാരണം മദീന അൻസാറുകളുടെ നാടാണ്, മക്ക മുഹാജിറുകളുടെ നാട് എന്നതുപോലെ. മക്ക മുഹാജിറുകളുടെ നാട് എന്നതുപോലെ മദീന അൻസാറുകളുടെ നാടാണ്. മുഹാജിർ എന്ന പദം തന്നെ നമുക്ക് സൂചന നൽകുന്നു, അവര് മദീനവാസികളല്ല, മദീനയിലേക്ക് ഹിജ്റ വന്നവരാണ്. അപ്പോൾ അവരുടെ സ്വദേശം വേറെയാണെന്നർത്ഥം. അത് നാം ചരിത്രത്തിലൂടെ പഠിച്ചു. അവരുടെ സ്വദേശം മുഹാജിറുകൾ മദീനയിൽ താമസിച്ച, മദീനയിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ വന്ന ആ മുഹാജിറുകളുടെ നാട് അത് മക്കയാണ് എന്നത്. എന്നാൽ നാം പണ്ട് തന്നെ പഠിച്ചു വരുന്നതാണ്, മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവര് നബിമാരാണ്. അവർ കഴിച്ചാൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിന്നിൽ അണിനിരന്നവരായ സഹാബാക്കളാണ്. ആ സഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാരാണ്? ആ സഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവര് മുഹാജിറുകളാണ്. ആ മുഹാജിറുകളെ കുറിച്ച് നാം പല തവണയും പല ശൈലിയിലും പഠിച്ചു കഴിഞ്ഞതാണ്. ഇനിയും വേണ്ടി വന്നാൽ ഭാവിയിൽ വിശദമായി പഠിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ അതേ സമയത്ത് ആ മുഹാജിറുകളുടെ വരവേൽപ്പിനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയും അവരിവിടെ വന്നു കിട്ടണമെന്ന നിർബന്ധം പുലർത്തിയും കൊണ്ട് ഇവിടെ നിന്ന് തന്നെ മക്കയിലേക്ക് പല തവണ പോയി മിനയിൽ വെച്ചിട്ട് ആ വരാനുള്ള പ്ലാനിങ് പരിപാടി, ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുകയും ചെയ്ത മദീനവാസികളുടെ പേരാണ് അൻസാറുകൾ എന്നത്. ആ അൻസാർ എന്ന പദത്തിന്റെ പിന്നിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട ധ്വനി എന്താണ്? സഹായം എന്നതാണല്ലോ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവർ. സഹായിക്കുന്നവർ ആരെ സഹായിക്കുന്നു? മുഹാജിറുകളെ അവർ സഹായിച്ചു, അതുകൊണ്ട് അവർക്ക് അൻസാറുകൾ എന്ന് പേര് വെക്കപ്പെട്ടു. മുഹാജിറുകൾക്ക് അവര് സേവനം ചെയ്തു, അതുകൊണ്ട് അവർക്ക് അൻസാറുകൾ എന്ന് പേര് വെച്ചു. അപ്പോൾ ആ അൻസാറുകൾ ഉൾക്കൊള്ളുന്നതായ പേരിന്റെ പിന്നിൽ നിന്നിട്ട് പഠിക്കേണ്ടതായ ഭാഗങ്ങളാണ് ഞാൻ നൽകുന്ന മുഖവുര എന്നതാണ് പറഞ്ഞു വന്നത്. ശേഷമായിരിക്കും നാം അൻസാറുകൾ ആരാണെന്ന് പഠിക്കുക. ആ പദത്തിൽ നിന്നിട്ട് മനസ്സിലാക്കേണ്ട വിശാലമായ ഭാഗങ്ങളും ബുഖാരിയിലൂടെയും അതിനു മുമ്പ് ഖുർആനിലൂടെയും ശേഷം ബുഖാരിയിലൂടെയും മുസ്ലിമിലൂടെയും അതുപോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയും എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ, ഫാമിലി ക്ലാസ്സുകളിലൂടെ അൻസാറുകളെ കുറിച്ച് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിലൂടെ നമുക്ക് സുന്നത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കാം. സുന്നത്ത് എന്ന വിഷയമാണല്ലോ വർഷങ്ങളായി ഈ സന്ദർഭത്തിൽ പറഞ്ഞു വരുന്നത്. സുന്നത്ത് എന്ന വിഷയം പറയുമ്പോൾ ഇവിടെ വരുന്നതിന് ഏതാനും 10-15 മിനിറ്റ് മുമ്പ് വരേക്കും നമ്മുടെ നാട്ടിൽ സുന്നത്തിനെതിരിൽ നടക്കുന്നതായ പോരാട്ടവും മത്സരവും കാരണത്താൽ യുവാക്കൾ വ്യതിചലിച്ചു പോകുന്നതായ ദയനീയ രൂപങ്ങളെക്കുറിച്ചുള്ള ഒരു ശൈലി ഫോണിലൂടെ കേൾക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ സുന്നത്ത് പറയുമ്പോൾ വേദനയോടുകൂടി കേരളീയർ പ്രത്യേകിച്ച് ഗ്രഹിക്കേണ്ട ഭാഗമാണ്. സുന്നത്തിനെ നാം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടില്ലെങ്കിലും, സുന്നത്ത് നൽകേണ്ടതായ അഥവാ ഹദീസിന് നൽകേണ്ടതായ പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിലും നാം പരിപൂർണ മുസ്ലിം ആകുന്നതല്ല. ചിലപ്പോൾ
സുന്നത്തിൽ നിന്നിട്ട് ചില ഭാഗങ്ങളെ നിഷേധിക്കുമ്പോൾ ഇസ്ലാമിൽ നിന്നിട്ട് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? സുന്നത്ത് ഖുർആനിന്റെ പരിപൂർണതയാണ്, ഖുർആന്റെ വിശദാംശമാണ് നാം പഠിച്ചു വന്നതുപോലെ. അങ്ങനെയുള്ള സുന്നത്തിന്റെ സഹായത്തോടു കൂടിയുമാണ് നാം പുതുതായി സെലക്ട് ചെയ്തതായ ഈ അൻസാർ എന്ന വിഷയം അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഈ മതത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്തിലൂടെയാണ്? ഐക്യത്തിലൂടെയാണ്, ഇജ്തിമാഇലൂടെയാണ്. ഈ മതത്തിന്റെ തകർപ്പ് എന്തിലൂടെയാണ്? ഭിന്നിപ്പിലൂടെയാണ്. ഈ മതത്തിന്റെ ഉടമകളുടെ ഐക്യം ഈ മതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഈ മതത്തിന്റെ ഉടമകളുടെ അനൈക്യം ഈ മതം തകരാനും കാരണമാണ്. മതം തകരൂല, പക്ഷേ തകരാൻ കാരണമായി തീർന്നവരൊക്കെ തക്കതായ പ്രതികാരത്തിന് അർഹരായി മാറും. മതത്തെ തകർത്താനൊന്നും ആർക്കും സാധിക്കുന്നതല്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി ഒരിടത്ത്, വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹ് മറ്റൊരിടത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രകാശത്തിനെ ആർക്കും കിടത്താൻ സാധിക്കുന്നതല്ല. അതിന് അള്ളാഹു പരിപൂർണമാക്കുക തന്നെ ചെയ്യും. അള്ളാഹിന്റെ തീരുമാനമാണത്. പക്ഷേ അവിടെ പ്രശ്നം എന്താണ്? ഭിന്നിപ്പ് ആരുണ്ടാക്കുന്നു? അവൻ ദീനിൽ നിന്നിട്ട് വ്യതിചലിക്കുകയോ, അല്ലെങ്കിൽ അവന്റെ ഈമാനിന് തളർച്ചയുണ്ടാവുകയോ, അല്ലെങ്കിൽ അവൻ അതിലൂടെ തക്കതായ പ്രതികാരം റബ്ബിൽ നിന്നിട്ട് ലഭിക്കാൻ അത് കാരണമായി തീരുകയോ ചെയ്യുന്നു എന്നർത്ഥം. എന്നല്ലാതെ ദീൻ തകരുന്നതല്ല. ദീനെ തകർത്താൻ ആർക്കും സാധിക്കുന്നതുമല്ല. കാരണം അത് അള്ളാന്റെ മതമാണ് എന്നതുകൊണ്ട് തന്നെ. അതെ, അപ്പോൾ ഈ മതത്തിന്റെ നിലനിൽപ്പ് എന്തിലൂടെയാണ്? സഹിഷ്ണുത, സമാധാനം, ശാന്തി, ഐക്യം, സമത്വം, പരസ്പര സഹായ സഹകരണം, സാഹോദര്യത്വം, ഇതെല്ലാം ഈ മതത്തിന്റെ നിലനിൽപ്പിന്റെ പ്രധാന തൂണുകളാണ്. ഈ തൂണുകൾ തകർത്താനാണ് ശത്രുക്കൾ പരിശ്രമിക്കുന്നത്. നാം അതിന് കൂട്ടുനിൽക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്? വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത് എന്നത്. അപ്പോൾ മഹബ്ബത്ത്, മുവാസാത്ത് അറബി ഭാഷയിൽ, ബിർറ്, ഉൽഫത്ത്, ഇഖാ, തനാസുർ, തഫ്രീജുൽ ഖുർബാത്ത്, അൽ ഇഗാസ, അത്തആവുൻ, അൽ ഇജ്തിമാ, ഇതിന്റെയൊക്കെ അർത്ഥമാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ മതത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായതായ പ്രധാന തൂണുകളും പ്രധാന ഭാഗങ്ങളും. ഈ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചതായ പദങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഖുർആനിൽ ദശക്കണക്കിൽ ആയത്തുകളുണ്ട്. ധാരാളം പറയാനുണ്ടെന്നർത്ഥം. പലപ്പോഴും പല ശൈലിയിലൂടെ ഈ സാധു തന്നെ ഇതേ നിങ്ങൾ കേട്ടതായ തലക്കെട്ടുകൾ നൽകിയിട്ട് വർഷങ്ങളിലൂടെ സംസാരിച്ചതായ കേസറ്റുകളും ഇവിടെ കാണാം. എന്നാൽ ഇസ്ലാമിന്റെ ചിഹ്നമായിട്ടാണ് ഇസ്ലാം മുആഖാത്തിനെ കാണുന്നത്, സാഹോദര്യത്തെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു ശൈലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, ഓമനെ പേരുകൊണ്ട് അല്ലാഹു വിളിക്കുന്നു. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുമ്പോൾ ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ടത് എന്നെയാണ് റബ്ബ് വിളിക്കുന്നത് എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മടിക്ക് പറയേണ്ട ആവശ്യമില്ല, ഓർമ്മ വെച്ചോളീൻ. യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ പദം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോഴോ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ നാം മനസ്സിലാക്കേണ്ടത് എന്നെയാണ് റബ്ബ് വിളിക്കുന്നത് എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഹഖ്ക തുഖാതിഹി, ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കുക. അല്ലാഹു ഭയപ്പെടാൻ വേണ്ടി കൽപ്പിച്ച ശൈലിയുണ്ട്, അതുപോലെ ഭയപ്പെടണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടുള്ളതല്ല. പിന്നെന്താ പറഞ്ഞത്? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ. ഓ
وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം അങ്ങനെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള റൂട്ട്, ലൈന്, ശൈലി, പ്രവർത്തന ശൈലി റബ്ബ് പറഞ്ഞു തരികയാണ്. അതെന്താണ്? വതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ ഹബ്ല്, അല്ലാഹുവിന്റെ ചിറട് പിടിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണം. വലാ തഫറഖൂ, ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് പറഞ്ഞതിന്റെ വിശദാംശമാണ് അഥവാ നിങ്ങൾ ഭിന്നിക്കാൻ പാടുള്ളതല്ല, ഭിന്നിക്കാൻ പാടുള്ളതല്ല. ദീനിൽ നിങ്ങൾ ഭിന്നിക്കരുത്, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടുള്ളതല്ല. വലാ തഫറഖൂ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുകയാണ്. നിങ്ങളെ ഞാൻ എന്തിലൂടെയാണ് നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടാക്കിയത് എന്നത് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അദാഅ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങളൊന്ന് സ്മരിച്ചു നോക്കുക, ഓർത്തു നോക്കുക. പണ്ട് നിങ്ങൾ ആരായിരുന്നു? പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു? പണ്ട് നിങ്ങൾ എന്തായിരുന്നു? ഞാൻ സെലക്ട് ചെയ്ത വിഷയമാകുന്ന അൽ അൻസാർ എന്ന സബ്ജക്ട് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന വേളയിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇവിടെ മദീനയിൽ ഔസുകളും ഖസ്റജുകളും ചെയ്തതായ പോരാട്ടങ്ങൾ ഇസ്ലാമിന് മുമ്പ്. ഔസികളും ഖസ്റജുകളും അവരാണ് യഥാർത്ഥത്തിൽ പിന്നെ ആരായി മാറിയത്? അൻസാരികളായി മാറിയത്. ആ അൻസാരികളായി മാറുന്നതിന് മുമ്പ് അവർ കാഫിരീങ്ങൾ ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ അവർ പോരാടിക്കൊണ്ടേ ഇരുന്നു. അവസാനം നടന്ന പോരാട്ടം അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാൻ പോകുന്നുണ്ട്. അതിന്റെ പിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങളും അൻസാറുകളാരി എന്നത് പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളിലേക്ക് സൂചന നൽകുകയാണ്. ഇത് കുന്തും അദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന കാലഘട്ടത്തിൽ. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക. ഇത് കുന്തും അദാഅ, നിങ്ങൾ ഭിന്നിച്ച് ശത്രുക്കളായിരുന്ന കാലഘട്ടത്തിൽ. ഭിന്നിക്കുമ്പോൾ ശത്രുക്കൾ ആയി മാറുന്നു, ഭിന്നിപ്പുണ്ടാകുമ്പോൾ ശത്രുത ഉണ്ടാകുന്നു. തൗഹീദിന്റെ വക്താക്കളാണെന്ന് വാദിച്ചാലും ശരി, തൗഹീദിന്റെ വക്താക്കളാണെന്ന് വാദിച്ചാലും ഭിന്നിക്കുമ്പോൾ ശത്രുത ഉണ്ടാകുന്നു. തൗഹീദിന്റെ വക്താക്കളാണെന്ന് വാദിക്കുന്നവര് ഭിന്നിച്ചിട്ട് പരസ്പരം സലാം പറയാത്ത ദയനീയ അവസ്ഥ നാം കണ്ടില്ലേ? പരസ്പരം സന്ദർശിക്കാത്ത ദയനീയ അവസ്ഥ നാം കണ്ടില്ലേ? പരസ്പരം സ്നേഹബന്ധമില്ലാത്ത ശത്രുത പുലർത്തുന്നതായ ദയനീയ അവസ്ഥ നാം കണ്ടില്ലേ? ഇത് കുന്തും അദാഅ, നിങ്ങൾ ശത്രുക്കളായപ്പോൾ. അങ്ങനെ ജീവിച്ചിരുന്ന മേഖലയിൽ നിന്നിട്ട് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ലയനമുണ്ടാക്കി, സ്നേഹമുണ്ടാക്കി, ബന്ധമുണ്ടാക്കി, ഐക്യമുണ്ടാക്കി. റബ്ബ് പറയുന്നു ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, നിങ്ങൾ ആരായി മാറി? അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നിങ്ങൾ ഏകോദര സഹോദരന്മാരായി മാറി. മദീനയിൽ അതാണ് നിങ്ങൾ അൻസാരികളെ കുറിച്ച് കേൾക്കാൻ പോകുന്നത്. അതുപോലെ മക്കയിൽ ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ. പിന്നൊരു ശൈലി അല്ലാഹ് പറയുന്നു വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. യഥാർത്ഥത്തിൽ നിങ്ങൾ പണ്ട് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ച നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതരായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ടാണ് ഏകോദര സഹോദരന്മാരായി. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ പരസ്പരമുള്ള ആ സഹോദര ബന്ധം നിലനിർത്തണമെന്ന ആ കൽപ്പന നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയവരായി മാറിയത് എപ്പോഴാണ്? ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടായി? ആദ്യം ലയനമുണ്ടായി. ഹൃദയത്തിൽ സ്നേഹമുണ്ടായാലേ പുറത്ത് സ്നേഹം പ്രകടമാവുകയുള്ളൂ. ഹൃദയത്തിൽ സ്നേഹമില്ലാത്ത കാലഘട്ടത്തോളം ഐക്യമുണ്ടാക്കാൻ സാധിക്കൂല. നിഫാഖ്, മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ ജീവിച്ചതായ കപടവിശ്വാസികളായ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ ഇന്നൽ മുനാഫിഖീൻ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചതായ ആ കപടവിശ്വാസികൾക്ക് എന്തുകൊണ്ട് മുസ്ലിങ്ങളോട് സ്നേഹമുണ്ടായില്ല?
അവരുടെ ഹൃദയത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ ആ വിശ്വാസമുണ്ടായില്ല. അപ്പോൾ സ്നേഹിക്കേണ്ടത് വിശ്വാസത്തിലൂടെയാണ്, ഐക്യമുണ്ടാവേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. രജ്ഞിപ്പും യോജിപ്പും ഉണ്ടാവേണ്ടത് വിശ്വാസത്തിലൂടെയാണ്, ആദർശത്തിലൂടെയാണ്. ആദർശത്തിൽ ഏകീകരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ലയനമുണ്ടാവില്ല, ഹൃദയത്തിൽ സ്നേഹമുണ്ടാവില്ല, ഹൃദയത്തിൽ ഐക്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങളുടെ ഖുലൂബ് കൽബിന്റെ ബഹുവചനമാണ്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം അല്ലെ, കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, അതിന്റെ ബഹുവചനമാണ് ഖുലൂബ്. അപ്പോൾ നിങ്ങളുടെ ഖുലൂബിൽ അഥവാ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഇട്ടു തന്നു, ഐക്യം ഇട്ടു തന്നു, സ്നേഹമിട്ടു തന്നു. അതെന്തിലൂടെയാണ്? ഫസ്ബഹത്തും, അതിലൂടെ നിങ്ങൾ ആരായി മാറി? ബിനിഅമതിഹി, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട്. ഇഖ്വാനാ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫസ്ബഹത്തും ബിനിഅമതിഹി, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആരായി? ഇഖ്വാനാ. എന്തുകൊണ്ട്? നാം മുസ്ലിങ്ങളായാൽ മാത്രം പോരാ, മുസ്ലിങ്ങളാകുന്നതോട് കൂടി തന്നെ നാം നമ്മുടെ ഹൃദയത്തിൽ അങ്ങും ഇങ്ങും സ്നേഹിക്കണം. എന്നാലേ നമ്മുടെ ഇടയിൽ സഹോദര്യ ബന്ധം സ്ഥാപിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹ് നമുക്ക് നമ്മളോട് കൽപ്പിച്ചതായ ആ സ്നേഹം നാം പരസ്പരം സ്ഥാപിക്കുകയും പരസ്പരം ദേഷ്യപ്പെടാതിരിക്കുകയും പരസ്പരം വെറുക്കാതിരിക്കുകയും പരസ്പരം ചൊടിക്കാതിരിക്കുകയും പരസ്പരം ഭിന്നിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ റഹ്മത്ത് അള്ളാഹു ഇട്ട് തരുന്നത്. അപ്പോൾ നമ്മളിൽ നിന്നിട്ടാണ് ഐക്യത്തിനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാവേണ്ടതെന്നർത്ഥം. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഐക്യത്തിനുള്ള മാധ്യമം അള്ളാഹ് അങ്ങനെ കാട്ടി, അങ്ങനെ അവര് കാട്ടി എന്ന് പറഞ്ഞാൽ പറ്റൂല. നമ്മളുടെ ഇടയിൽ നാം ഉണ്ടാക്കി തീർക്കേണ്ട ഒരു യത്നമാണ്, ഒരു പ്രവർത്തനമാണ്, ഒരു പരിശ്രമമാണ്. എന്ത്? നമ്മുടെ ഇടയിൽ ഐക്യമുണ്ടാവണം എന്നത്. ആ ഐക്യമുണ്ടാവേണ്ടത് ആദർശത്തിലൂടെയും വിശ്വാസത്തിലൂടെയും, ആ ആദർശവും വിശ്വാസവും നമ്മിൽ നിന്നിട്ട് ആവശ്യപ്പെടുന്ന സ്നേഹബന്ധത്തിലൂടെയും ഉണ്ടാക്കേണ്ട ഐക്യമാണ്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഫഅസ്ബഹത്തും, നിങ്ങളായി ബിനിഅമതിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ നിങ്ങളായി. ആര്? ഇഖ്വാനാ, സഹോദരങ്ങളായി മാറി. അപ്പോൾ എന്തിലൂടെയാണ് അള്ളാഹുവിന്റെ നിഅമത്ത് അറിഞ്ഞത്? അള്ളാഹ് നമ്മെ അനുഗ്രഹിച്ചത് നമ്മുടെ യത്നത്തിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ ആദർശത്തിലൂടെ. എന്നല്ലാതെ അള്ളാഹ് ഐക്യം ഉണ്ടാക്കട്ടെ അപ്പോൾ ഐക്യം ഉണ്ടായിക്കോട്ടെ, അള്ളാഹ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ പ്രവർത്തനം മുൻകടക്കണം. അതിന്റെ പിന്നിൽ വരുന്നതാണ് അള്ളാഹു നമ്മോടുള്ളതായ അനുഗ്രഹത്തിന്റെ നോട്ടം എന്നത് നാം മനസ്സിലാക്കണം. ഇത് ഈ ഐക്യത്തിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു കാഫിരീങ്ങളെ കുറിച്ച് പറയുന്നത്, സത്യനിഷേധികളെ കുറിച്ച് പറയുന്നത്, എന്തുകൊണ്ട് അവർ സത്യനിഷേധികളായി, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകിയില്ല, എന്തുകൊണ്ട് അവർ ളാലിങ്ങളായി മാറി? അവർ സെലക്ട് ചെയ്തത് ഷർറായതുകൊണ്ട്, അവർ സെലക്ട് ചെയ്തത് കുഫ്റായതുകൊണ്ട്, അവർ സെലക്ട് ചെയ്തത് ഷിർക്കായതുകൊണ്ട് എന്ന് ഖുർആൻ പറയുന്ന ധാരാളം ശൈലികളുണ്ട്. അതെ, ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു കൂട്ടരെ. ശഫാ ഹുഫറ, ഹുഫറ എന്ന് പറഞ്ഞാൽ തീയുടെ കുഴി, തീയാലുള്ള കുഴിയാണ് ഹുഫറത്തും മിനൻ നാർ. അൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫറിൻ നീറാൻ എന്ന ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഏത്? ഖബർ ഒന്നിരിക്കലോ തീയാലുള്ള കുഴി അഥവാ നരകത്താലുള്ള കുഴി, അല്ലെങ്കിലോ സ്വർഗത്തിനാലുള്ള തോപ്പ്. ഇത് നാം പഠിച്ചതാണല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു എന്ത്? കുന്തും, നിങ്ങളായിരുന്നു. റസൂല് അവരെ കുറിച്ച് തന്നെ പറയുന്ന ഒരു ശൈലിയുണ്ട്. എന്ത്? ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന, നിങ്ങൾക്ക് ചെയ്തു തരുന്ന ദഅവത്തിന്റെ പിന്നിൽ നിന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അതെന്താണ്? ഒരു ചില സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഇത് മഴയൊക്കെ വന്നാൽ ഈ പാറ്റകൾ ഇങ്ങനെ പുറപ്പെടാറുണ്ട്. പാറ്റകൾ നിങ്ങൾ അറിയില്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതായ പാറ്റകളൊക്കെ അത് തീ കണ്ടാൽ തീയിന്റെ മീതെയും വീഴും, എന്ത് കണ്ടാലും അതിന്റെ മീതെ ഒരുമിച്ച് കൂടും. അങ്ങനെ തീ കുണ്ടാരത്തിലേക്ക്, തീയിന്റെ അകത്തേക്ക്, തീക്കുഴിയിലേക്ക് വീണുകൊണ്ടേയിരിക്കുന്ന പാറ്റകളെ രക്ഷപ്പെടുത്തുന്ന ആളെ പോലെ നിങ്ങൾ
ഒരു തീയിന്റെ കുഴിയിലേക്ക് ഇങ്ങനെ വീഴാൻ പോകുകയാണ്. ആ സന്ദർഭത്തിൽ ഞാൻ കരയിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്ത് ഹലും അനിന്നാർ, ഹലും അനിന്നാർ, ഹലും അനിന്നാർ, നരകത്തിൽ നിന്നിട്ട് നിങ്ങൾ തീയിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കൂ, തീയിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കൂ, തീയിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കൂ. ആര് എന്നെ അനുസരിച്ചവൻ നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുന്നു. ആര് എന്നെ കൂട്ടാക്കിയില്ല അവൻ നരകത്തിലേക്ക് സ്വയം തന്നെ അവനെ വലിച്ചെറിഞ്ഞവനായി മാറുകയും ചെയ്യുന്നു, നരകത്തിലേക്ക് സ്വയം വീഴുന്നവനായി മാറുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഹാദിയുണ്ട്, ഇവിടെ നിങ്ങളെ സന്മാർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട്. ആ ആള് ഞാനാണ്, എന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ കൊണ്ടുവന്ന ഖുർആനും ഞാൻ കൊണ്ടുവന്ന സുന്നത്തുമാണ് നിങ്ങളോട് പറയുന്നത്. ഹലും അനിന്നാർ, നരകത്തിൽ വീണു പോകരുത്, നരകത്തിൽ വീണു പോകരുത്. അതിനുള്ള കാരണങ്ങളൊക്കെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ എന്തിലൂടെയാണ് വീണു പോവുക എന്നത്. നിസ്കരിക്കാതിരുന്നാൽ, ആദ്യമായിട്ട് തൗഹീദ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ, പിന്നെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, പിന്നെ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ, നിർബന്ധ ധർമ്മങ്ങൾ, നിർബന്ധ നോമ്പുകൾ, നിർബന്ധ ഹജ്ജുകൾ, ഇതെല്ലാം റസൂലുള്ളാഹി ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചതായ ഭാഗങ്ങളാണ്. ഇവകളിലേക്ക് സൂചനയാണ് ഞാൻ നരകത്തിന്റെ വക്കിൽ നിന്നിട്ട് നിങ്ങളോട് ദൂരത്ത് പോകൂ എന്ന് പറയുന്നു. പക്ഷേ ചിലരത് കൂട്ടാക്കുന്നില്ല, നരകത്തിലേക്ക് സ്വയം ചാടി വീഴുന്നു എന്ന്. അതെ, ഇതാണ് ഖുർആനിൽ നാം കേട്ടായത്തിൽ അല്ലാഹു പറയുന്നത്. എന്ത്? നിങ്ങൾ നരകത്തിലേക്ക് ചാടി കൂട്ടത്തോട് കൂടി വീഴുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങളെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ വകുന്തും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി, നരകത്തിന്റെ വക്കിലായിരുന്നു നിങ്ങൾ. ഫഅൻഖദകും മിൻഹാ, അല്ലാഹു നിങ്ങളെ ആ നരകത്തിന്റെ വക്കിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തി, ആ വരിയിൽ നിന്നിട്ട് ലൈനിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തി റസൂലിലൂടെ. റസൂൽ വന്നിട്ട് ഇതിൽ കൂടി പോയാൽ നരകത്തിൽ വീണു പോകും എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതായ മാധ്യമമായിരുന്നു അല്ലാഹുവിന്റെ ദൂതർ, കാരണക്കാരായിരുന്നു അല്ലാഹുവിന്റെ ദൂതർ. ഫഅൻഖദകും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. ഇങ്ങനെയാണ് അല്ലാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തരുന്നത്, വിവരിച്ചു തരുന്നത്, വിശദീകരിച്ചു തരുന്നത്. എന്തിനു വേണ്ടി? നിങ്ങൾ സന്മാർഗികളാവാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഈ ആയത്ത് നമ്മെ എന്താ പഠിപ്പിച്ചത്? ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച ലൈനാണ് എന്ത്? ഐക്യം വേണം, സഹോദര്യം വേണം, ഏകോദര സഹോദരന്മാരായി ജീവിക്കണം, സഹായ സഹകരണങ്ങൾ ചെയ്ത് ജീവിക്കണം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിനാവിൽ കൂടി കാണുകയുണ്ടായി മദീനയിൽ വെച്ചിട്ട്. നിങ്ങൾ കേട്ടതായ കിനാവാണത്. ഞാൻ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ഹിജ്റയെ കുറിച്ച് കണ്ട കിനാവാണത്. ഇന്നി ഉഹാജിറു മിൻ മക്കത ഇലാ അർദിൻ ബിഹാ നഖ്ലുൻ ഫൈദാ ഹിയ അൽ മദീന യസ്രിബ്. ഞാൻ നഖലുള്ളതായ ഈത്തപ്പനത്തോട്ടം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതായ ഭൂമിയിലേക്ക് ഹിജ്റ പോകുമെന്ന് കിനാവ് കാണുകയുണ്ടായി. പലരും തുഹാമയാണെന്നൊക്കെ മനസ്സിലായി എന്ന് വേറെ ഹദീസിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ. പക്ഷേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് എന്തായിരുന്നു? മദീനയായിരുന്നു. ഈത്തപ്പനത്തോട്ടം കൊണ്ട് നിറഞ്ഞ നാടായിട്ട് പണ്ട് തന്നെ തൗറാത്തിലും മറ്റും അല്ലാഹു അടയാളം പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിനെ കുറിച്ച്. ഈത്തപ്പനയുടെ തോട്ടങ്ങളും അപ്രകാരം തന്നെ കറുത്ത പാറക്കല്ല് കൊണ്ട് വിതരപ്പെട്ടതുമായ ഭൂമി എന്ന് ഈ ഭൂമിയെക്കുറിച്ച് റസൂല് കിനാവിൽ കണ്ടതുമായിരുന്നു അത്. അതുപോലെ തന്നെ ഞാൻ കിനാവിൽ കണ്ടു ഒരു വാളിനെ പിടിച്ചുകൊണ്ട് ഞാൻ കിലിക്കുകയുണ്ടായി. കിലിക്കിയതായ വേളയിൽ അതിന്റെ മധ്യഭാഗം അതിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഹൃദയഭാഗം അതിൽ നിന്നിട്ട് പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അതിനെ ഞാൻ അതിന്റെ തഅ്വീലായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, കിനാവിനുള്ള തഅബീർ അതിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് മദീനയിൽ ഉഹദ് പോർക്കളത്തിൽ നടന്നതായ മുസീബത്തിലേക്കുള്ള സൂചനയായിട്ടാണ്. ഉഹദ് പോർക്കളത്തിൽ മഹാമുസീബത്ത് മുസ്ലിങ്ങൾക്കുണ്ടായി, മഹാപരീക്ഷണം. അതെന്തായിരുന്നു? നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏളാപ്പ ഷഹീദാവുക, 70ഓളം പേര് വേറെയും ശുഹദാക്കൾ അവിടെ വീഴുക, ഇതൊക്കെ ആ യുദ്ധത്തിൽ നടന്നതായ പരീക്ഷണമായിരുന്നു. അതിലേക്കുള്ള സൂചനയാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. പിന്നെ ഞാൻ വീണ്ടും കിനാവിൽ കണ്ടതെന്തായിരുന്നു? അതേ
വാളിനെ വീണ്ടും കിലിക്കുന്നതായിട്ട് കണ്ടു. മുമ്പുള്ളതിനേക്കാളും ഭംഗിയുള്ളതായിട്ട് ആ വാള് പിന്നെ മടങ്ങി വരികയും ചെയ്തതായിട്ട് കണ്ടു. അതിനെ ഞാൻ മനസ്സിലാക്കിയത് ഈ വിശുദ്ധ മതം അതിന്റെ ഉടമകൾ ഐക്യത്തോടു കൂടി ഏകോദര സഹോദരന്മാരായി ഇവിടെ ജീവിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ച് വിജയത്തിലേക്ക് എത്തുമെന്നതിലേക്കുള്ളതായ സൂചനയാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ ഈ ഇസ്ലാമിന്റെ ഈ മതത്തിന്റെ വിജയം എന്തിലൂടെയാണെന്നാ പറഞ്ഞ റസൂല്? ഐക്യത്തിലൂടെ. അപ്പോൾ നാം അനൈക്യമുണ്ടാക്കുമ്പോൾ, ഇസങ്ങൾ ഉണ്ടാക്കുമ്പോൾ, നാം ഐക്യത്തിൽ നിന്നിട്ട് വിട്ടു നിൽക്കുമ്പോൾ നമ്മിൽ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാനുള്ള കാരണമില്ലാതെയായി തീരുന്നു. അള്ളാഹിന്റെ സഹായം നമ്മളിലേക്ക് ഇറങ്ങണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വരച്ച ലൈനിൽ കൂടി നാം ജീവിക്കണം. ആ ലൈനിൽ പ്രധാന ഭാഗം തൗഹീദും വിശ്വാസവുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കേട്ടതായ ഹദീസിലൂടെയും അതിനൽപ്പം മുമ്പ് കേട്ട ആയത്തിലൂടെയും പഠിച്ച ഭാഗം എന്താണ്? ഐക്യം വേണം, ഏകോദര സഹോദരന്മാരായി ജീവിക്കണം, ഭിന്നിപ്പുണ്ടാവാൻ പാടുള്ളതല്ല. അതെ, മുസ്ലിംകളുടെ ഐക്യമാണ് എന്നത് ഞാൻ വാള് യഥാരൂപത്തിലേക്ക് വളരെ ഭംഗിയുള്ള ശൈലിയിലേക്ക് വാളിനെ ഞാൻ കിലുക്കിയപ്പോൾ മടങ്ങി വന്നതായിട്ട് കിനാവിൽ കണ്ടു എന്നതിന്റെ പിന്നിലുള്ള തഅബീറും തഅ്വീലുമായിട്ട് റസൂലുള്ളാഹി പറയുന്നു. ബുഖാരിയിൽ 3622 നമ്പർ ഹദീസാണ് നിങ്ങൾ ഈ കേട്ടതായ കിനാവ്. അപ്പോൾ ഈ കിനാവിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്തായിരുന്നു? ഐക്യം എന്നത്, സഹായ സഹകരണങ്ങൾ എന്നത്, ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്നത് ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ വിജയത്തിനുള്ള മാനദണ്ഡമാണ് എന്നത് പഠിക്കാനും അത് നമുക്ക് അൻസാറുകളെ കുറിച്ച് പഠിക്കാനുള്ളതായ ഒരു കാൽവപ്പായി മാറാനും വേണ്ടിയാണ്. അൻസാറുകൾ ആണ് നമ്മുടെ വിഷയം. അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാൻ പോകുന്നത് ഫാമിലി ക്ലാസ്സിൽ ആരാണ് അൻസാറുകൾ, എപ്പോഴാണ് അവർക്ക് ആ പേര് നൽകപ്പെട്ടത്, ആരാണ് പേര് നൽകിയത്, എന്തിനാണ് ആ പേര് നൽകപ്പെട്ടത്, അതിലൂടെ നാം പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ് എന്നതാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതെ, ഇസ്ലാമിന്റെ ചിഹ്നമാണ് നസർ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദൂതർ നമ്മളോട് പറയുകയുണ്ടായി, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമാ, നിന്റെ സഹോദരനെ നീ സഹായിക്കണം. അൻസാറുകൾ എന്ന പദത്തിലുള്ള ധ്വനിയാണ് സഹായം. നിന്റെ സഹോദരനെ നീ സഹായിക്കണം, അവൻ അക്രമിയായിരുന്നാലും അക്രമിക്കപ്പെട്ടവനായിരുന്നാലും. സഹാബാക്കൾ ചോദിച്ചു, അക്രമിക്കപ്പെട്ട ആളെ സഹായിക്കാം, അക്രമിക്കപ്പെട്ട ആളെ സഹായിക്കാം, അത് ഞങ്ങൾക്ക് മനസ്സിലായി. അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക റസൂലേ? അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക റസൂലേ? അപ്പോൾ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രമിയെ സഹായിക്കൽ അവനെ അക്രമത്തിൽ നിന്നിട്ട് ദൂരപ്പെടുത്തുന്നതിലൂടെയാണ്. അവന്റെ വാള് നാം വാങ്ങുക. അവൻ വാളുമായിട്ടാണ് വന്നതെങ്കിൽ ആ വാള് കയ്യിൽ നിന്നിട്ട് വാങ്ങുക, അല്ലെങ്കിൽ അവന്റെ ദേഷ്യത്തെ നാം തളർത്താം. അവൻ ദേഷ്യം പിടിച്ച് ചാടുകയാണ്, അപ്പോൾ ആ ദേഷ്യത്തെ നാം തളർത്തുന്ന ആളായി മാറുക. അപ്പോൾ എന്തായി മാറി? അക്രമിക്കുന്നവനെ സഹായിച്ച ആളായി മാറി. അപ്പോൾ സഹായം എന്നത് മുസ്ലിങ്ങളുടെ ചിഹ്നമായിട്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ശൈലിയാണ്. അതുകൊണ്ടാണ് മദീനയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതായ വേളയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ എപ്പോഴും സഹായ സഹകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാൻ വേണ്ടി മുആഖാത്ത് എന്ന ആ സഹോദര്യ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം വന്നത്. കേൾക്കാൻ പോകുന്നത് പോലെ വിശദമായിട്ട് ചരിത്രത്തിലൂടെ, ഹദീസിലൂടെ, അതിനു മുമ്പ് ഖുർആനിലൂടെ ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരു സഹാബി വരികയുണ്ടായി. ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുക്ക് ഏറ്റവും സ്നേഹമുള്ള ആള് ആരാണ് ദൂതരെ? വഅയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായ അമൽ ഏതാണ് ദൂതരെ? റസൂലുള്ളാഹിന്റെ മറുപടി കേട്ടോളീൻ. ചോദ്യം എന്താണ്? അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, ജനങ്ങളിൽ അല്ലാഹുക്ക് ഇഷ്ടമുള്ള ആളാരാണ്? രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുക്ക് ഇഷ്ടമുള്ളതായ പ്രവർത്തനം ഏതാണ്? അല്ലാഹുവിന്റെ ദൂതരുടെ മറുപടി എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം,
അഹബ്ബുൽ അമാലി ഇലല്ലാഹി തആല അഹബ്ബുൻ നാസ് ഇലല്ലാഹി തആല. ആദ്യം അങ്ങനെയാണല്ലോ. മനുഷ്യന്മാരിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാരാണ്? അൻഫഉഹും ലിന്നാസ്, ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന ആൾ. അവനെ കൊണ്ട് ആർക്കും ദൂഷ്യം ഉണ്ടാവില്ല, അവനെ കൊണ്ട് ആർക്കും കോട്ടം ഉണ്ടാവില്ല, അവനെ കൊണ്ട് നന്മ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആളാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആള്. ഇത് അഹബ്ബുന്നാസ് ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. എവിടെയോ ബോർഡിൽ എഴുതി വെച്ച് കണ്ടു മദീനയിൽ, മെയിൻ റോട്ടിൽ തന്നെ എവിടെയോ ബോർഡിൽ വലിയ വെണ്ടേക്ക അക്ഷരത്തിൽ എഴുതി വെച്ച് കണ്ടു ഈ പദം. ഏത്? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യന്മാരാരാണ്? അൻഫഉഹും ലിന്നാസ്, അവരിൽ നിന്നിട്ട് ഏറ്റവും ജനങ്ങൾക്ക് ഫലം കിട്ടുന്ന ആൾ, ഏറ്റവും ജനങ്ങൾക്ക് ഫലം ചെയ്യുന്ന ആൾ. അപ്പോൾ നാം കഴിവിന്റെ പരമാവധി ഭാഷ ഏതാണെന്ന് നോക്കാതെ, ഏത് ഭാഷക്കാരനാണെന്ന് നോക്കാതെ, ഏത് ദേശക്കാരനാണെന്ന് നോക്കാതെ, ഏത് നാഷണാലിറ്റിക്കാരനാണെന്ന് നോക്കാതെ നമ്മളാൽ സാധിക്കുന്ന സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അൻഫഉഹും ലിന്നാസ്, ഇവിടെ നബി ദൂതർ പറഞ്ഞത് നാസ് എന്നാണ്. നാസ് എന്ന് പറയുന്നതിൽ അമുസ്ലിങ്ങൾ വരെപ്പെടും. നാസ് എന്ന് പറയുന്നതിൽ അമുസ്ലിങ്ങൾ വരെപ്പെടും. അപ്പോൾ അമുസ്ലിങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് സഹായം നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാം. നമ്മളോട് ശത്രുത പുലർത്തിയും കൊണ്ട്, നമ്മോട് ക്രൂരതയോട് കൂടി പെരുമാറുകയും നമ്മുടെ മതത്തിന്റെ പ്രചരണത്തിന്റെ മുമ്പിൽ വിലങ്ങതടിയായി നിൽക്കുന്നവരുമായ വിഭാഗത്തോട് മാത്രമാണ് നാം ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടത്. അല്ലാത്തവരോട് സ്നേഹം പാടില്ല. നമ്മുടെ ആദർശത്തിന്റെ ഉടമകൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അകത്തിൽ, പക്ഷേ സ്നേഹം പാടില്ല എന്നതിന്റെ അർത്ഥം അവരെ സഹായിക്കാൻ പാടില്ല എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു. ഇബ്നു ഉമർ റിപ്പോർട്ടകൻ. അഹബ്ബുൽ അമാലി ഇലല്ലാഹി തആല, ആദ്യത്തേത് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ. ഇനി രണ്ടാമത്തെ വ്യക്തി ആരാണ്? രണ്ടാമത്തെ സാധനം ഏതാണ്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ ഔ തക്ഷിഫ് അൻഹു കുർബ. നീ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സ്നേഹമിട്ട് കൊടുക്കുന്ന ആളായി മാറുക. അപ്പോൾ നീ ചെയ്യുന്ന അമൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലായി മാറുന്നു. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, സലാത്തുകൾ, ഇതെല്ലാം നാം ചെയ്യുന്നതോടൊപ്പം അത് നമ്മളിൽ എഫക്റ്റ് ആവേണ്ട, അതിൽ നമ്മളിൽ പ്രകടമാവേണ്ട, അതിന്റെ തഅ്സീർ നമ്മളിൽ ഉണ്ടാവേണ്ട ശൈലിയാണ് ഈ കേൾക്കുന്നത്. എന്ത്? മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന ആളായി മാറുക. മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ സുറൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം ഇട്ടുകൊടുക്കുന്ന ആളായി മാറുക. നമ്മളിലൂടെ ചില ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്ക് വെറുപ്പായിരിക്കും. എന്താ കാരണം? മൂപ്പൻ എപ്പോഴും മനുഷ്യന്മാർക്ക് ദൂഷ്യവും ദോഷവുമല്ലാതെ ചെയ്യൂല, നന്മ ചെയ്യൂല. അങ്ങനെയുള്ള ആൾക്കാരില്ലേ? അവരെ നമുക്ക് കണി കണ്ടൂടാ. അവരെ കാണുമ്പോൾ നാം വഴിമാറി നടക്കും. ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാരിൽപ്പെട്ടതാണ്. ഏത്? മനുഷ്യന്മാർക്ക് കാണുമ്പോൾ റസൂൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. എന്ത്? ഒരു വിഭാഗം. ഏത്? ആരാണവർ? ആരെങ്കിലും അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മഖാഫത ശർരിഹി, അവരിൽ നിന്നിട്ട് ദൂഷ്യം വന്നു പോകരുത്, അവന്റെ അപകടത്തിൽ നിന്നിട്ട് മോചനം ലഭിക്കണം എന്നത് മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കേണ്ടി വരുന്ന ഗതികേട് ചിലരുണ്ടായാൽ അവനാണ് ഗതികെട്ടവൻ. മനസ്സിലാകുന്നുണ്ടോ? ചില ആൾക്കാരെ നാം സ്നേഹിക്കൽ എന്തിനു വേണ്ടിയായിരിക്കും? അയാളിൽ നിന്നിട്ട് വരുന്ന ദൂഷ്യം നമ്മളിൽ തട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കും. എന്നല്ലാതെ ഹൃദയത്തിൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാവില്ല. അത്രയും ദൂഷ്യം ചെയ്യുന്ന ആളായിരിക്കും അവർ. അത്രയും മനുഷ്യന്മാരെ ആക്രമിക്കുന്നവരും അവരോട് അനീതി കാട്ടുന്നവരും അവരോട് ക്രൂരതയോട് കൂടി പെരുമാറുന്നവരുമായിരിക്കും. മനസ്സിലായില്ലേ? ആ ഇനത്തിൽപ്പെട്ടാൽ റസൂല് പറയുന്നതായ അള്ളാഹ് ഇഷ്ടപ്പെട്ട അമൽ എന്ന് പറയുന്ന അമൽ ചെയ്ത ആളായി മാറൂല. അള്ളാഹ് ഇഷ്ടപ്പെട്ട അമൽ ചെയ്യുന്ന ആളായി മാറണമെങ്കിൽ നാം പരിശ്രമിക്കേണ്ടത് നമ്മുടെ സഹോദരനിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ, നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരായ മുസ്ലിങ്ങളിൽ, ഇവിടെ മുസ്ലിങ്ങൾ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടാ. മുസ്ലിങ്ങളിൽ, ആദ്യം അങ്ങനെയല്ല, മനുഷ്യന്മാർ എന്നാ പറഞ്ഞത്. ഇവിടെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ എന്തിട്ട് കൊടുക്കണം? നമ്മളിലൂടെ എപ്പോഴും അവർക്ക് സന്തോഷമുണ്ടാവണം. നമ്മെ കണ്ടാൽ സന്തോഷം. ചില ആൾക്കാരെ കണ്ടാൽ തന്നെ സന്തോഷമായിരിക്കും. മൂപ്പര് പോയി കളയരുതെന്ന് നമുക്ക് തോന്നും.
മൂപ്പര് നമ്മുടെ സദസ്സെന്ന് പോയി കളയരുത് എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള സമീപനം, അങ്ങനെയുള്ള സ്വഭാവം, അങ്ങനെയുള്ള പെരുമാറ്റം, നന്മ മാത്രമേ പറയുള്ളൂ, നന്മ മാത്രമേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൂ, നന്മ മാത്രമേ അദ്ദേഹം കാണുള്ളൂ, നന്മ മാത്രമേ അദ്ദേഹത്തിലൂടെ പ്രതീക്ഷിക്കപ്പെടുള്ളൂ, അങ്ങനെയുള്ള മനുഷ്യന്മാരില്ലേ? അതെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ പുഞ്ചിരി തൂങ്ങിയിട്ടായിരിക്കണം കാണേണ്ടത്. അത് ധർമ്മമായി മാറുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ ലീസ്റ്റിലെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഏറ്റവും നല്ല അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമല് മുസ്ലിമിന്റെ ഹൃദയത്തിൽ നീ സന്തോഷമിട്ട് കൊടുക്കുന്ന ആളായി മാറുക. രണ്ടാമതായിട്ട് മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിന്നിട്ട് വേദനയെ, ദുഃഖത്തെ, പ്രയാസത്തെ നീക്കുന്ന ആളായി മാറുക. മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദനയെ, പ്രയാസത്തെ, ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം കട്ടികൂടും ബന്ധം അടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം, മാതാപിതാക്കൾ, ആദ്യം മാതാപിതാക്കൾ, ചോരബന്ധമുള്ളവർ, ജ്യേഷ്ഠാന്യന്മാര്, പെങ്ങന്മാര്, അളാമമാര്, മൂത്തമ്മമാര്, അമ്മായിമാര്, അതുപോലെ തന്നെ സ്വന്തം മക്കൾ, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ എന്നീ വിഭാഗത്തിലൊക്കെ അങ്ങും ഇങ്ങും സ്നേഹമുട്ട് കൊടുക്കാൻ വേണ്ടി ഏത് സന്ദർഭത്തിലും അവരുടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സന്തോഷമുണ്ടാകുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക എന്നത് പൊതുവേ മുസ്ലിങ്ങളിൽ അനിവാര്യമാണെങ്കിൽ സ്വന്തം ബന്ധപ്പെട്ടവരിൽ പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിന് കട്ടികൂടുന്നു അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അത് ചെയ്യുമ്പോൾ. അതെ, ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ തൊട്ട് വേദന മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ ഈ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്ലാം അനുവദിച്ചത്. എന്താ അനുശോചനം രേഖപ്പെടുത്തുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? ഒരു മനുഷ്യന് ദുഃഖമുണ്ടായാൽ, എന്ത് ദുഃഖമായിരുന്നാലും, പ്രത്യേകിച്ച് മരണം, ആ മരണം വന്നു കഴിഞ്ഞാൽ ആ മരണം കൊണ്ടുള്ളതായ പ്രയാസം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവാറുള്ളത് ഏറ്റവും കൂടിയ 3 ദിവസമാണ്. ആദ്യത്തെ ദിവസം വളരെ കൂടുതലായിരിക്കും, രണ്ടാം ദിവസം അല്പം കുറയും, മൂന്നാം ദിവസം പിന്നെയും കുറയും, 4ാം ദിവസം ആകുമ്പോൾ മറക്കാൻ ആരംഭിക്കും. അതുകൊണ്ട് ഇസ്ലാമിന്റെ കൽപ്പന 3 ദിവസം മാത്രമേ അനുശോചന രേഖപ്പെടുത്താവൂ എന്ന്. 3 ദിവസം മാത്രമേ രേഖപ്പെടുത്താവൂ എന്ന് പറഞ്ഞാൽ 3 ദിവസം നമ്മുടെ മുമ്പിൽ അവരുണ്ടെങ്കിലാണ്. അല്ലാത്ത പക്ഷം ഒരു പുതുതായിട്ട് ഒരാൾ യാത്ര ചെയ്ത് വരികയാണ്, അദ്ദേഹം ആ മരിച്ച വീട്ടിലേക്ക് പോകുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് അവരുടെ മുമ്പിൽ പോയി എന്ത് പറയാം? അനുശോചനം രേഖപ്പെടുത്തേണ്ടതായ പദങ്ങൾ പറയാം. അള്ളമല്ലാഹു അജ്റക്കും, അഹ്സനല്ലാഹു അദാക്കും, അറബി ഭാഷ അസാക്കും, ഗഫറല്ലാഹു ലിമയ്യിതിക്കും, നിങ്ങളുടെ പ്രയാസം അള്ളാഹു ദൂരപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ, നിങ്ങളുടെ മയ്യത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നീ പദങ്ങളൊക്കെ പറയാം. 1 മാസം കഴിഞ്ഞാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയതാണല്ലോ. 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഖബർ സ്ഥലത്തിലേക്ക് പോയാൽ വരേക്കും നമസ്കരിക്കാമെന്നാണ്. ഏത്? നമ്മുടെ ഉമ്മ മരിച്ച വാർത്ത, വാപ്പ മരിച്ച വാർത്ത, അല്ലെങ്കിൽ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ച വാർത്ത കിട്ടി നാട്ടിലേക്ക് 1 മാസം കഴിഞ്ഞിട്ടാണ് എത്തിയതെങ്കിൽ, 1 മാസത്തിന്റെ ഉള്ളിലാണ് എത്തുന്നതെങ്കിൽ നമുക്ക് ഖബറിലേക്ക് പോയിട്ട് അവിടുന്ന് ഖബറിന്റെ മീതെ വെച്ചിട്ട് എന്ത് ചെയ്യാം? മയ്യത്ത് നമസ്കരിക്കാം. പിന്നെ 1 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം മുഷിയുന്ന ടൈമായി എന്നതുകൊണ്ട് തന്നെ പിന്നെ നമസ്കരിച്ചോളണമെന്നില്ല, പിന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, നമസ്കരിച്ചോളണമെന്നില്ല. പറഞ്ഞു വരുന്നത്, എന്തിനാണ് ആ അനുശോചനം സുന്നത്താക്കിയത് ഇസ്ലാമിൽ? അതിന്റെ പിന്നിലുള്ള രഹസ്യവും മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിന്നിട്ട് ദുഃഖത്തെ മാറ്റി നിർത്തൽ മറ്റൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നതുകൊണ്ടാണ്. ദുഃഖത്തെ മാറ്റി നിർത്താൻ വേണ്ടിയാണ്, എന്നല്ലാതെ ദുഃഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല. മരിച്ചവരുടെ വീട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് ആ വീട്ടുകാരുടെ മുമ്പിലോ അദ്ദേഹം മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് നമ്മളും കരയാൻ നിൽക്കേണ്ടതല്ല. നമ്മൾ കരഞ്ഞാൽ കരച്ചിലോട് കരച്ചിൽ കൂടിയെന്നല്ലാതെ ആ പോക്ക് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല, അനുശോചനം രേഖപ്പെടുത്തലായി മാറൂല. മറിച്ച് നീ അവിടെ പോയത് കൊണ്ട് എന്താണ് ഇസ്ലാം വിരോധിച്ചതായ ഒരു ഭാഗമുണ്ട്. എന്ത്? അവിടെ പോയിട്ട് അട്ടഹാസിക്കുക, അവിടെ പോയിട്ട് ശബ്ദ കോലാലമുണ്ടാക്കുക, അത് വൻദോഷമാണ്. അത് വൻദോഷമാണ്, ഇസ്ലാം വിരോധിച്ചതായ തെറ്റായ ഭാഗമാണ്. മരിച്ചവരുടെ വീട്ടിൽ പോയിട്ട് കരയലും അവിടുന്ന് ശബ്ദ കോലാലം ഉണ്ടാക്കലും.
സ്വാഭാവികമായിട്ട് മനുഷ്യനിൽ ഉണ്ടാവുന്നതായ കരച്ചിലുകൾ ഉണ്ടാവാം. നമ്മുടെ വിഷയം അതല്ല. അത് അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോൾ നീട്ടി വലിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കുർബത്ത് പറയുമ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഹദീസിനേക്കാളും കട്ടിയുള്ള വേറൊരു ഹദീസ് എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അതെന്താണ്? അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുർബാതി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമിനെ തൊട്ട് എന്തെങ്കിലും വേദനയുള്ള ഭാഗത്തെ നീക്കം ചെയ്താൽ, പ്രയാസത്തെ നീക്കം ചെയ്താൽ, പരലോകത്തിൽ അവന് വരാൻ പോകുന്ന പ്രയാസങ്ങൾ റബ്ബ് നീക്കം ചെയ്യുന്നതാണ്. ഒരു പ്രയാസം നീ ഇവിടെ നീക്കം ചെയ്താൽ അവിടെ പ്രയാസങ്ങളെ നീക്കം ചെയ്യും. മുഅ്മിനെ തൊട്ട്, സത്യവിശ്വാസിയെ തൊട്ട്. ഒമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്റഹുല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ. ഒരു പ്രയാസമുള്ള ആൾക്കാർക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അവന്റെ പ്രയാസത്തെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ. ഒരു മുസ്ലിമിന്റെ രഹസ്യവാർത്തയെ ഒരാൾ മറച്ചു വെക്കുകയാണെങ്കിൽ അവന്റെ ഐബിനെ, കുറവിനെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കുന്നതാണ്. എല്ലാവർക്കും ഉണ്ടാവല്ലോ കുറവ്, ഇല്ലേ? ജനങ്ങൾ അറിഞ്ഞു പോകരുത്, ജനങ്ങൾ കണ്ടുപോകരുത്, ജനങ്ങൾ കേട്ടുപോകരുത്, ഉമ്മയും വാപ്പയും ജ്യേഷ്ഠനും പ്രത്യേകിച്ച് അറിഞ്ഞു പോകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തു കൂട്ടി എന്തെല്ലാമുണ്ട് പലരുടെ ജീവിതത്തിൽ. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നാം മറ്റുള്ളവരുടെ കുറവിനെ പുറത്താക്കുകയാണെങ്കിൽ നമ്മുടെ കുറവിനെ അല്ലാഹു പുറത്താക്കും. അതേസമയത്ത് നാം മറ്റുള്ള കുറവിനെ മറ്റുള്ളവരോട് പറയാതെ, ആരോടും പറയാതെ, പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയാം. അതൊക്കെ ഗീബത്ത് അനുവദനീയമായ ശരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരോട് തിൽമീദന്മാരെ കുറിച്ച് പറയാം. എന്തുകൊണ്ട്? തിൽമീദന്മാർ എന്ന് പറഞ്ഞാൽ ഇത് വിദ്യാർത്ഥികളുടെ കുറവ് ഉസ്താദന്മാരോട് പറഞ്ഞാൽ അതിനെ മാറ്റേണ്ട ബാധ്യത അദ്ദേഹത്തിലുണ്ട്. മാറ്റാൻ അത് സഹായകമാകുമെന്ന് കണ്ടാൽ പറയാം. ആരോട്? അധ്യാപകനോട്. അതുപോലെ തന്നെ കുട്ടികളിലുള്ള കുറവുകളെ മാതാപിതാക്കളോട് പറയാം എന്നല്ലാതെ പറയാൻ പാടില്ലാത്തതായ രഹസ്യങ്ങൾ, മനുഷ്യന്മാരിലൊക്കെ എന്തെല്ലാം കുറവുകൾ ഉണ്ടാവാം. ആ കുറവുകളെ നാം ഇപ്പോൾ കുറവുകൾ പറയലല്ലോ, വീർപ്പിക്കല. പറഞ്ഞ് ഇല്ലാത്തതുണ്ടാക്കി ചെറിയ ഹബ്ബയെ കുബ്ബയാക്കി മാറ്റും. അറബി ഭാഷയിൽ ഹബ്ബ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ അതിനെ കുബ്ബ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുബ്ബ വലുതാണ്. ഹബ്ബ കുബ്ബയാക്കി മാറ്റലാണ് ഇപ്പോൾ. ചെറുത് വലുതാക്കി മാറ്റും. അതേസമയത്ത് മൂപ്പരുടെ കൂടെയുള്ള കുറവ് അതിനേക്കാളും ഹൈറ്റും വൈറ്റും ഉള്ളതൊക്കെ ആയിരിക്കാം. അത് കൂട്ടാക്കേല, അത് നോക്കേല, അത് ശ്രദ്ധിക്കൂല. അത് മനുഷ്യ സ്വഭാവമാണ്. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ റസൂൽ പറഞ്ഞ ശൈലിയാണ് ഒമൻ സത്തറ മുസ്ലിമൻ. ഒരു മുസ്ലിമിന്റെ കുറവിനെ ഒരാൾ മറച്ചു വെച്ചാൽ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവന്റെ കുറവ് മറച്ചു വെക്കുന്നതാണ്. ചില ആൾക്കാരുടെ ഡ്യൂട്ടി തന്നെ ഉറക്കം ഊണും കഴിഞ്ഞിട്ട് അയാൾ എന്ത് കാട്ടി, ഇയാളെന്ത് കാട്ടി, അവളെന്ത് ചെയ്ത്, ഇവനെന്ത് ചെയ്ത്, ഇത് നോക്കല. എന്നിട്ട് അത് എപ്പോഴെല്ലാം ചാൻസ് കിട്ടുന്നു അപ്പോൾ പറയാൻ വേണ്ടി ഓർമ്മിച്ച് വെക്കല. കമ്പ്യൂട്ടറിന് വരെ അത്ര കഴിവുണ്ടാവില്ല, അത്ര ഓർമ്മ ശക്തിയിൽ ഓർമ്മിച്ച് വെക്കല. എന്തിന്? ആ കുറവ് അങ്ങോട്ട് പറയാൻ വേണ്ടി. അതേസമയത്ത് ഈ പറയുന്ന റസൂല് പറയുന്ന ഇനത്തിൽ പെടണമെങ്കിൽ വല്ല കുറവ് കണ്ടാൽ ആ കുറവിനെ നികറ്റാൻ പറ്റുമെങ്കിൽ നികറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാത്ത പക്ഷം അതിനെന്ത് ചെയ്യുക? മറച്ചു വെക്കുക. പറയൽ നിർബന്ധമാകുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ പറയുകയും ചെയ്യാം. അതെവിടെയാണ്? ഹാദിർ എടുക്കലേക്ക്, കോർട്ടിലേക്ക് പോയി പറയേണ്ട, പറഞ്ഞ ഫലം കിട്ടുന്നതായ ചില കുറവുകൾ ഉണ്ടാകും, അല്ലേ? ഒരു മലയാളി കള്ള് കാച്ചാണ് കുന്നിന്റെ താഴെ. അത് കണ്ട മലയാളി മുസ്ലിം അല്ല, അയാൾ കാച്ചിക്കോട്ടെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. അതെന്ത് വേണം? അത് ഹൈഅത്തിനോട് പോയി പറയണം. അത് ബാധ്യതയാണ്. അതിനെ മാറ്റം ചെയ്യില്ല. അത് അങ്ങനെ അതിലൂടെ ഉമ്മത്ത് മുഹമ്മദ് നശിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മനുഷ്യന്റെ തെറ്റുകളിൽ മറ്റവരിലേക്ക് അതിന്റെ ശർറ് വ്യാപകമാകുന്ന തെറ്റാണെങ്കിൽ കേട്ടോളീൻ, അത് പറയൽ നിർബന്ധമാണ് പറയേണ്ടവരോട്. ഏത്? ഒരു മനുഷ്യൻ ചെയ്യുന്നതായ തെറ്റ്, ആ തെറ്റ് മുസ്ലിങ്ങളിലേക്ക്, അവരുടെ അഭിമാനത്തിലേക്ക്, അവരുടെ അഖ്ലാഖിലേക്ക്, അവരുടെ വിശ്വാസത്തിലേക്ക്, അവരുടെ ആദർശത്തിലേക്ക്, അവരുടെ സ്വഭാവത്തിലേക്ക് അത് വ്യാപകമാകുമെന്ന് കണ്ടാൽ അങ്ങനെയുള്ള കുറവുകൾ എന്ത് വേണം? നാം മറച്ചു വെക്കാൻ പാടില്ല, പറയേണ്ടവരോട് പറയണം.
അല്ലാത്ത കുറവുകളായി പറഞ്ഞത്. ഒമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു മുസ്ലിമിന്റെ കുറവിനെ ഒരാൾ മറച്ചു വെച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അവരുടെ കുറവിനെ അല്ലാഹു മറച്ചു വെക്കുന്നതാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദ്. അല്ലാഹു അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. മാകാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു അടിമ അവന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ നാം ഒരു സഹോദരനെ സഹായിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മല പോലെ വരുന്നത് മഞ്ഞുപോലെയായി മാറും. നമ്മുടെ പ്രശ്നങ്ങൾ മല പോലെ വരുന്നത് മഞ്ഞുപോലെയായി മാറും. അല്ലാഹു നമ്മെ സഹായിക്കും, ഉറപ്പാണ്, സംശയമില്ല. അനുഭവസ്ഥർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം, അവരോട് ചോദിച്ചു നോക്കൂ. എത്രയോ ആൾക്കാർ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ തന്നെ അവരുടെ ജീവിത ലക്ഷ്യം തന്നെ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരോട് സഹകരിക്കണം എന്ന രൂപത്തിൽ ജീവിച്ചത് കൊണ്ട് പ്രയാസമില്ലാത്ത അവർക്ക് ജീവിക്കാൻ സാധിച്ച അവരുടെ ഭാര്യ മക്കളുടെയും അവരുടെ വീട്ടിലെയും പ്രശ്നങ്ങളൊക്കെ റബ്ബ് പരിഹരിച്ചു കൊടുത്ത എത്ര സംഭവങ്ങൾ എൻ്റെ ഈ നീണ്ട ഈ മദീനയിൽ ജീവിച്ച ജീവിതത്തിലൂടെ എൻ്റെ ക്ലാസ് മെമ്പർമാരിൽ തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. അള്ളാഹു ആയിനത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. അതെ, റസൂൽ തുടർന്നു. നമ്മുടെ വിഷയം ഐക്യം, മുആഖാത്ത്, സഹായം എന്നതാണ്. എന്തുകൊണ്ട്? നസ്ർ എന്ന ആ പദത്തിൽ നിന്നിട്ടാണ് അൻസാർ എന്ന പദം വരുന്നത്. ആ പദം വിശദീകരിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. അതിന്റെ മുന്നോടിയായിട്ടുള്ള മുഖവരിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നൽകുന്നത്, സഹോദരിമാർക്കും സഹോദരന്മാർക്കും. അപ്പോൾ സഹോദരിമാരെ പ്രത്യേകം ബാധിക്കുന്ന അൻസാരിയാത്തുകളുടെ കഥനക്കഥകളും കൂട്ടത്തിൽ നിങ്ങൾക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. അതിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂൽ തുടർന്നു, ഒമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഒമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ. ഒരാള് വിജ്ഞാനം നേടാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടെത്തിയതുപോലെ നിങ്ങൾക്ക് എവിടേക്കും പോകാമായിരുന്നു അല്ലേ? പലരും ഇങ്ങനെ ബുധൻ വ്യാഴം വെള്ളിയൊക്കെ വരുമ്പോൾ ഇസ്പെറ്റ് കളിക്കാൻ പോകുന്നുണ്ട്, ക്യാരം ബോർഡ് കളിക്കാൻ പോകുന്നുണ്ട്, വീട്ടിലില്ലാത്ത ഫിലിം ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത ഫിലിം വാങ്ങാൻ വേണ്ടി പോകുന്ന റൂട്ട് കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ വേറെന്തെല്ലാം വിനോദങ്ങൾ ഈ മദീനത്ത് ചെയ്യാനും പറയാനും പറ്റാതൊക്കെ ചെയ്യുന്നവരുണ്ട്. മലയാളികളിലുമുണ്ട്, അല്ലാത്തവരിലുമുണ്ട്. അല്ലാഹു എല്ലാവരും ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ. അപ്പോൾ റസൂല് പറയുന്നു, മൻ സലക തരീഖൻ, ഒരാൾ ഒരു വഴി കണ്ടെത്തുകയാണെങ്കിൽ, എങ്ങനെയുള്ള വഴിയാണ്? യൽതമിസു ഫീഹി ഇൽമ, ആ വഴിയിലൂടെ അവർക്ക് അല്ലാഹനെ പഠിക്കാൻ, റസൂലിനെ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, സുന്നത്ത് പഠിക്കാൻ, മതം പഠിക്കാൻ, ഈ മദീന ഇറങ്ങിയതായ ദീൻ പഠിക്കാൻ അതിലൂടെ സാധിക്കും. അങ്ങനെയുള്ള വഴി കണ്ടെത്തുകയാണെങ്കിൽ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടം? സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള റൂട്ട് അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകുന്ന ഭാഗമാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിലേക്കുള്ള സൂചനയാണ്. وَمَجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ فِيمَا بَيْنَهُمْ إِلَّا نَزَلَتْ عَلَيْهِمُ السَّكِينَةُ وَغَشِيَتْهُمُ الرَّحْمَةُ وَحَفَّتْهُمُ الْمَلَائِكَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ. وَمَجْتَمَعَ قَوْمٌ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു സമൂഹം ഇരിക്കുകയും, യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഓതുകയും, വയതദാറസൂനഹു ഫീമാ ബൈനഹും, ആ കിതാബ് ഓതി അവർ ക്ലാസ് എടുക്കുകയും ചെയ്താൽ, യതദാറസു എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കലാണ്, മുദാറസ ദിറാസ എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കലാണ്. വയതദാറസൂനഹു ഫീമാ ബൈനഹും, അവരുടെ ഇടയിൽ അത് ക്ലാസ് എടുക്കുകയും ചെയ്താൽ, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അവർക്ക് ശാന്തി ഇറങ്ങുന്നതാണ്. ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ അനുഗ്രഹം അവരെ പൊതിയുന്നതാണ്. വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ അവരെ വലയം ചെയ്യുന്നതാണ്. മാലാഖമാർ, ശുദ്ധാത്മാക്കൾ, തെറ്റ് തീണ്ടാത്തവർ, എന്താണ് തെറ്റെന്നറിയാത്തവർ, അവരെ വലയം ചെയ്യുന്നതാണ്. വഹഫത്തുഹുമുൽ മലായിക, നിർത്തിയോ ഇല്ല, റസൂൽ തുടർന്നു. വദകറഹുമുല്ലാഹ്, അങ്ങനെയുള്ളവരുടെ പേര് അല്ലാഹു അനൗൺസ് ചെയ്യുന്നതാണ്, സ്മരിക്കുന്നതാണ്. ഫീമൻ ഇൻദ, ഇവിടെ വെച്ചിട്ടല്ല, പിന്നെയോ അവന്റെ അടുക്കൽ, മാലാഖമാരുടെ അടുക്കൽ, അർശിനെ താഴെ നിൽക്കുന്നവർ,
ആ ഒന്നാം ആകാശത്തിൽ, രണ്ടാം ആകാശത്തിൽ, മൂന്നാം ആകാശത്തിൽ, 4, 5, 6, 7 ആകാശങ്ങളിലുള്ള കോടാന 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 കോടി മലക്കുകളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ മതത്തെ പഠിക്കുന്ന, അള്ളാഹുവിന്റെ ഖുർആനിനെ പഠനം നടത്തുന്ന, ക്ലാസ് നടത്തുന്ന, സത്യം കണ്ടെത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തൗഹീദിനെ ആധാരമാക്കിയും കൊണ്ട് പഠനം നടത്തുന്ന വിഭാഗം ആരുണ്ടോ അവരുടെ പേരവിടെ അനൗൺസ് ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു നേട്ടം അല്ലേ, പറഞ്ഞറിയിക്കേണ്ടതില്ല. വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദാ. റസൂൽ തുടർന്നു, ഒമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. ഒമൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെയെങ്കിലും അമൽ പിന്തിയ. കേട്ടോളിൻ, ഇവിടെ പറഞ്ഞതൊക്കെ അമലാണ്. അമൽ ചെയ്യാതെ ഫലമില്ല കൂട്ടരേ. മേലെണ്ണം കൊതി കൊണ്ടൊന്നും ഫലമില്ല. ഏത് അത്യാഗ്രഹമോ ആഗ്രഹമോ സ്നേഹമോ പ്രേമമോ ഹുബ്ബോ മഹബ്ബത്തോ അതൊന്നും നമുക്ക് ഫലപ്പെടുന്നതല്ല അമലില്ലെങ്കിൽ. ഒമൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെയെങ്കിലും അമല് അവനെ പിന്തിപ്പിക്കുകയാണെങ്കിൽ ലം യുസ്രി ബിഹി നസബുഹു, അവന്റെ തറവാട്ടിലൂടെ അവനക്ക് ധൃതി കൂട്ടി അവൻ എത്തേണ്ടവർക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ പറ്റൂല. തറവാട്ടിലൂടെയോ, തറവാട് പറഞ്ഞതുകൊണ്ടോ, ഞാൻ വലിയ ഉയർന്ന തറവാട്ടുകാരനാണ്, ഉയർന്ന സ്റ്റാൻഡേർഡിന്റെ ഉടമയാണ്, ജാഹുള്ള ആളാണ്, മാലുള്ള ആളാണ്, ഇതൊക്കെ പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല അമലില്ലെങ്കിൽ. അമലിലൂടെ പിന്തിയവന് എവിടെയും പിന്തേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു. ഈ ഹദീസിന്റെ സമാപനത്തിൽ സഹീഹ് മുസ്ലിം 2699 നമ്പർ ഹദീസാണ് നിങ്ങൾ കേട്ടത്. തുടങ്ങി വെച്ച ഇബ്നു ഉമറിന്റെ ഹദീസ് പൂർത്തിയാക്കി കളയാം. നമ്മുടെ വിഷയം അൽ അൻസാർ എന്നതാണ്. അൻസാറുകളിലേക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് എത്തും. അതിന്റെ മുഖവരിയാണെന്ന് വീണ്ടും വീണ്ടും മടക്കി പറയുന്നു. റസൂൽ പറയുന്നു, ആരെങ്കിലും ഒരു വ്യക്തിയുടെ പ്രയാസത്തെ ദൂരം ചെയ്യുകയും ഔ തഖ്ലി അൻഹു ദൈന, അല്ലെങ്കിൽ അവന്റെ കടം വീട്ടുകയും. വിശദമായി പറയാണ്, കടം വീട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് പ്രയാസത്തെ നീക്കുന്നതിൽ പെട്ടതായതോടൊപ്പം കടം വീട്ടുക എന്നതിന് പ്രത്യേകതയുള്ളത് കൊണ്ട് അത് പ്രത്യേകം റസൂൽ ഊന്നിപ്പറയുന്നു. കാരണം പല ആൾക്കാരും ഇങ്ങനെ അധ്വാനിക്കാൻ, ഓടാൻ, ചാടാൻ, എത്രയോ നമുക്ക് അറിയുന്നവരുണ്ട്. ആരും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അധ്വാനം എന്ത് ചെയ്യാനും ഒരുങ്ങും. എത്ര ക്ലാസ്സിൽ ആൾക്കാരെ ശേഖരിപ്പിക്കാനും ഓടാനും ചാടാനും ഇതിനൊക്കെ ഒരുങ്ങും. പക്ഷെ കാശിന്റെ അടുക്കിലേക്ക് എത്തിയാൽ മൂപ്പരെ കിട്ടൂല. പോക്കറ്റിൽ നിന്ന് കാശ് വരുന്ന പ്രശ്നത്തിൽ മൂപ്പരിൽ പിന്നിലായിരിക്കും. അതുകൊണ്ടാണ് റസൂൽ പറയാൻ കാരണം, ഏത് ഒരു മുസ്ലിമിനെ സഹായിക്കുന്ന സഹായത്തിൽ പ്രധാന സഹായമാണ് അവൻ കടം കൊണ്ട് വിലയപ്പെട്ട ആളാണെങ്കിൽ, കടം കൊണ്ട് പ്രയാസപ്പെട്ട ആളാണെങ്കിൽ ആ കടം അവനെ തൊട്ട് വീട്ടുക എന്നത്. സുബ്ഹാനല്ലാഹ്, കടം വീട്ടുക എന്നുള്ളത് അത് വളരെ പ്രധാനമായ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലെങ്കിൽ അവന്റെ ഔ തറദ അൻഹു ജൂഅ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പട്ടിണിയെ മാറ്റുകയും ചെയ്താൽ. റസൂൽ തുടർന്നു, വല അൻ അംശി മഅ അഖിൻ ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതകിഫ ഫീ ഹാദൽ മസ്ജിദിൽ മദീന ഷഹ്റാ. ഞാൻ എൻ്റെ ഒരു സഹോദരനായ മുസ്ലിമിന്റെ പ്രയാസത്തെ നീക്കം ചെയ്യുക എന്നത് എന്റെ ഈ പള്ളിയിൽ 1 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളതായിട്ടാണ് കാണുന്നത്. ഇത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ 1 മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് ഒരു മുസ്ലിമിന്റെ പ്രയാസം നീക്കം ചെയ്യുക എന്നത്. ഒമൻ കഫ ഗളബഹു സതറഹു അല്ലാഹു ഔറത. ഒരാള് ദേഷ്യപ്പെടാനും ദേഷ്യപ്പെട്ട് വേണ്ടത് ചെയ്യാനും കൽപ്പുള്ളതായ ഒരു മനുഷ്യൻ ആ ദേഷ്യത്തെ അടക്കി വെക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കുറവുകളെ മറച്ചു വെക്കുന്നതാണ് പരലോകത്തിൽ, അവന്റെ വീഴ്ചകളെ നികത്തുന്നതാണ് പരലോകത്തിൽ. ഹദീസിന് ഇനിയും പരിപൂർണതയുണ്ട്. അൽബാനി ഹസനാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഈ ഹദീസിന്റെ തുടക്കത്തിലും അവസാനത്തിലും അതിന്റെ കൂടെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് വിശദീകരണമായി പറഞ്ഞെടുത്തും എല്ലാം സഹായം ചെയ്യുക എന്നത് തുറിച്ച് കാണുന്നുണ്ട്. ഈ സഹായം ചെയ്യുക എന്ന ഈ ഡ്യൂട്ടി നിർവഹിച്ചത് കൊണ്ടാണ് അൻസാറുകളായത്. ആ അൻസാറുകളെ കുറിച്ചാണ്
നാം ഇൻഷാ അല്ലാഹ് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രത്യേകത നേടിയതായ ആ മഹാത്മാക്കളെ പോലത്തവരിലേക്ക് സൂചനയാണ് അവർ ഏത് കൽപ്പനയാണ് ജീവിതത്തിൽ പകർത്തിയത്? നിങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ടത് തഖ്വയുടെ മേലിലാണ്. ഇവിടെ എന്തിലെല്ലാം സഹായിക്കാൻ പറ്റും? ഏത് രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞിട്ട് സഹകരിക്കാൻ പറ്റും, ഏത് സംഘടനയുടെ പേര് പറഞ്ഞ് സഹകരിക്കാൻ പറ്റും. എത്ര ആൾക്കാർ സംഘടനയൊക്കെ കൂട്ടാക്കാതെ ഐക്യമുണ്ടാക്കാൻ വേണ്ടി ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് പലപ്പോഴും, ഇല്ലേ? അതെ, ഇതെല്ലാം പറ്റുമെങ്കിലും അതിനൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകത ലഭിക്കുന്നതല്ല. ഏതുവരെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ടും തഖ്വയ്ക്ക് വേണ്ടിയുമാകുന്നത് വരേക്കും. തഖ്വയുടെ മുഖ്യ ഭാഗമേതാണ്? തഖ്വയുടെ പ്രധാന ഭാഗമേതാണ്? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദതൻ വഅന റബ്ബുക്കും. ഒരിടത്ത് ഫത്തഖൂൻ, പിന്നിടത്ത് വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. ഇത് രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെ രണ്ട് രൂപത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ. നിങ്ങൾ ഒരു ഉമ്മത്താണ്, ഒരു സംഘടനയാണ്, ഒരു സമൂഹമാണ്. വഅന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബുമാണ്. അതുകൊണ്ട് ഫത്തഖൂൻ, നിങ്ങൾ റബ്ബിനെ ഭയപ്പെടണം. ഫഅബ്ദൂൻ, നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം. ഫത്തഖൂൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറയുന്നതായിട്ട് കാണാം, തഖ്വ എന്ന പദം തൗഹീദിന് വേണ്ടി ഉപയോഗിച്ച ഭാഗമാണത്. ഇത് ഇവിടെ ഫത്തഖൂൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം തന്നെ തൗഹീദാണെന്നാണ്. ഫത്തഖൂൻ, എന്നെ മാത്രം നിങ്ങൾ ആരാധിച്ചുകൊണ്ട് എന്നെ ഭയപ്പെടണം എന്നാണ് അതിനർത്ഥമെന്ന് മുഫസ്സിറുകൾ വിവരിക്കുന്നത് ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ സഹായം, ഈ സഹകരണങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം? തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അത് മുസ്ലിങ്ങളെ സഹായിച്ചാലും തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ്. മുസ്ലിങ്ങൾ നമ്മെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകുന്നു, നമ്മുടെ മതത്തെക്കുറിച്ച് നല്ല ധാരണ പുലർത്തുന്നു. അപ്പോൾ അത് ആർക്കുള്ള സഹായമായി? നമ്മുടെ തൗഹീദിനുള്ള ആദർശത്തിലുള്ള സഹായമായി മാറി. എന്നതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ വാക്കിലൂടെ മനുഷ്യന്മാർക്ക് ഫലം ചെയ്യുന്ന ആളായി മാറുമ്പോഴാണ് ഏറ്റവും നല്ല ആളായി അള്ളാഹിന്റെ അടുക്കൽ മാറുക. അതിൽ എല്ലാവരും പെടുന്നു. പിന്നെ മുസ്ലിമിന്റെ ഹൃദയത്തിൽ നിങ്ങൾ സുറൂറിട്ട് കൊടുക്കുന്ന ആളായി മാറണം. നിങ്ങളുടെ പ്രവർത്തനം മുസ്ലിമിന്റെ ഹൃദയത്തിൽ എപ്പോഴും സുറൂറിട്ട് നമ്മളിൽ നിന്നിട്ട്, നിങ്ങളെ കുറിച്ചല്ല, ഇന്ന് ജീവിക്കുന്നവരിൽ നിന്നിട്ട് പലർക്കും ഒരു മുസ്ലിമിന് നന്മ ഉണ്ടാവരുത്, സന്തോഷം ഉണ്ടാവരുത്. ഒരു മുസ്ലിമിന് സന്തോഷം ഉണ്ടാവരുത് എന്ന നിർബന്ധമാണ്. അവന്റെ കുട്ടി വിജയിക്കരുത്, അവന്റെ കുട്ടിക്ക് SLCയിൽ ചാൻസ് കിട്ടരുത്, കോളേജിൽ ചാൻസ് കിട്ടരുത്, അവന്റെ കുട്ടി ഇന്ന കോളേജിൽ കടക്കരുത്. അങ്ങനെയാണ്. പലരുടെയും അസൂയ കാരണത്താൽ അത് മഹാരോഗമാണ്, മഹാമാരകമായ രോഗമാണ്. ആ രോഗത്തിന്റെ പിന്നിൽ നിന്നിട്ട് ഉടലെടുക്കുന്ന അപകടം റസൂല് പറഞ്ഞത് എന്താണ്? അൽ ഹസദു യഅകുലുൽ ഹസനാത്ത്. നിങ്ങൾ നമസ്കരിച്ച നമസ്കാരം പറക്കും, കുന്നുകേറും. നമസ്കരിച്ച നമസ്കാരം കുന്നുകേറും, ഫലം കിട്ടൂല. യഅകുലുൽ ഹസനാത്ത്, നന്മകളെ തിന്നുകളയും. നീ കുറെ നിസ്കരിച്ചു കൂട്ടി, താടി വെച്ച് കൂട്ടി, എല്ലാ കോലത്തിലും പ്രവർത്തനത്തിലും മുസ്ലിമായി കൂട്ടി പ്രയോജനമില്ല. നീ ഒരു മുസ്ലിമിനോട് വെറുക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ അവനോട് അറുപ്പും വെറുപ്പും അസൂയയും അവന്റെ ഉയർച്ച നിനക്ക് കാണാൻ പറ്റൂലെങ്കിൽ എന്ന് റസൂല് പഠിപ്പിക്കുന്നു. എന്താ? അൽ ഹസദു യഅകുലുൽ ഹസനാത്ത്. ഹസദ്, അസൂയ, അതുപോലെ തന്നെ ഹിഖദ്, രണ്ടും ഒന്ന് തന്നെയാണ്. യഅകുലുൽ ഹസനാത്ത് ചെറിയ ചേഞ്ചുകളുണ്ട്. അത് ഹസദ് എന്നുള്ള കേസറ്റ്, ഹിഖദ് എന്നുള്ള കേസറ്റ്. ഇവന്റേത് പരിശോധിച്ചാൽ എന്റെ ശബ്ദത്തിൽ കൂടി കേൾക്കണമെന്ന് കേൾക്കാം. അതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞു തീർത്തതായ കാര്യങ്ങളാണ്. ഹസനത്തുകളെ തിന്നുന്നതാണ്, നന്മകളെ, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ തിന്നുകളയും. ഏതുപോലെ? കമാ തഅകുലുൻ നാറു, തീ തിന്നുന്നത് പോലെ. അൽ ഹതബ, ഹതബ എന്താണ്? വിറകെന്ന് തീ കത്തിച്ച് എങ്ങനെ തിന്നത്? അതുപോലെ നാം നിസ്കാരമൊക്കെ എങ്ങനെ കത്തിക്കരിഞ്ഞു പോകും. എന്തിലൂടെ? ഈ അസൂയ എന്ന തീയിലൂടെ. സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ. ബിർറിലൂടെയും തഖ്വയിലൂടെയുമായിരിക്കണം നിങ്ങൾ പരസ്പരം സഹകരിക്കുന്ന സഹകരണങ്ങൾ. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തെറ്റുകളും ശത്രുതകളും നിങ്ങൾ ഒരിക്കലും സഹായ സഹകരണത്തിന് വേണ്ടി മാനദണ്ഡമാക്കിയെടുക്കരുത്. തെറ്റാണ്. തെറ്റിന് വേണ്ടി സഹായം, ഫിലിം നോക്കാൻ സഹകരണങ്ങൾ, അശ്ലീലം നോക്കാൻ സഹകരണങ്ങൾ,
പെയിംഗ്ലീഷ് സാഹിത്യം വിതരണം ചെയ്യാൻ സഹകരണങ്ങൾ, അള്ളാഹു വിരോധിച്ച പത്രങ്ങൾ, അള്ളാഹു വിരോധിച്ചതായ മാധ്യമങ്ങൾ, അവകൾക്കൊക്കെ കൂട്ടുനിൽക്കാൻ സഹകരണങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ഇനങ്ങളിൽ പെട്ടു. അള്ളാഹു പറഞ്ഞ നിങ്ങൾ ആ ഇനത്തിൽ പെടരുത് എന്ന് പറഞ്ഞ ആ ഇനത്തിൽ പെടുന്നതാണ്. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഉദ്വാൻ ശത്രുത, മുസ്ലിങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കാൻ കാരണമായി തീരുന്ന ഒന്നിലും നിങ്ങൾ സഹകരിക്കരുത്. മുസ്ലിങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാവാൻ കാരണമായി തീരുന്ന ഒന്നിലും നിങ്ങൾ സഹകരിക്കരുത്. ശത്രുത ഉണ്ടാവാൻ കാരണമായി തീർന്നെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിന്റെ ആദ്യത്തെ ഭാഗവും നാം എന്ത് ചെയ്യണം? ഇതോടുകൂടി കലർത്തി മനസ്സിലാക്കണം. ചിലപ്പോൾ നാം സത്യം പറയേണ്ടടുത്ത് പറഞ്ഞാൽ, അല്പം മുമ്പ് ഞാനിവിടെ വരുന്നതിന് കാമണിക്കൂർ മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഒരാൾ ജിദ്ദയെന്ന് വിളിച്ച് പറഞ്ഞു, ഇവിടെ കുറെ യുവാക്കൾ ജിദ്ദയിൽ ഇങ്ങനെ ഓടിച്ചാടി പരിശ്രമിക്കുന്നുണ്ട്. എന്തിനാണ്? ഈ ബുഖാരിയിലുള്ളതായ ബുദ്ധിക്ക് ഗോചരമല്ലാത്ത ഹദീസുകളൊക്കെ തള്ളിപ്പറയേണ്ട ഭാഗങ്ങളൊക്കെ വിതരണം ചെയ്യാനും ഇന്റർനെറ്റിൽ ഇറക്കാനും അതിന്റെ ഫോട്ടോസ് എടുക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും. അതാണ് അവരുടെ പദ്ധതി തന്നെ, അവരുടെ ജീവിത ലക്ഷ്യം, അവരുടെ പ്രവർത്തനം. ദഅവത്തായിപ്പോ ദഅവത്ത. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായി? തആവുനായി. എന്തിന്റെ പേരിൽ തആവുൻ? അലൽ ഇസ്മി, തെറ്റുകളിൽ സഹകരണങ്ങൾ, തെറ്റുകൾ വിതരണം ചെയ്യുന്നതിൽ സഹകരണങ്ങൾ. നാം മുമ്പ് തന്നെ ഇവിടെ ഇവന്റെ ശൈലിയിൽ പറയാറുണ്ട്, നാം സത്യം പഠിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ തന്നെ മാനദണ്ഡമാക്കി വെച്ചത് സഹാബാക്കൾ, അവരുടെ മൻഹജ്, അവരുടെ ഫഹ്മ്. നാം ഈ പറയുന്ന എല്ലാ ഹദീസും 1400 വർഷങ്ങൾ അതിന് വിട്ടുകടന്നു. അതിൽ ആദ്യമായിട്ട് ഹദീസുകൾ കണ്ടവർ സഹാബാക്കൾ, പിന്നെ താബിഈങ്ങൾ, പിന്നെ താബിഈങ്ങൾ. ഈ താബിഈങ്ങളെന്നും സഹാബാക്കളെന്നും താബിഈങ്ങളെന്നും ഞാൻ പറയുമ്പോൾ അവരിൽ നിന്നിട്ട് ഓരോ വ്യക്തികളെ കുറിച്ച് ഇവിടെ മാസങ്ങൾ ക്ലാസ് എടുക്കാൻ മാത്രം ഉണ്ട്. ചില ആൾക്കാരുടെ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചാൽ സിയർ അലാമുൻ നുബലയിൽ ചില ആൾക്കാരുടെ ഹിസ്റ്ററി 60 പേജ് 100 പേജ്. ചില ആൾക്കാരുടെ ഹിസ്റ്ററി, നമ്മുടെ ഇമാമുകൾ, നേതാക്കൾ, അത്രമാത്രം പറയാനുണ്ട് അവരുടെ ജീവിതത്തിൽ. അവരുടെ മനക്കെട്ട പ്രയാസപ്പെട്ട പ്രയാസങ്ങൾ എന്തിനു വേണ്ടി ഈ ഹദീസിനെ കടഞ്ഞ് അതിനെ ക്ലിയറാക്കി അതിനെ പ്രവർത്തന രൂപത്തിൽ കൊണ്ടുവന്ന് അത് സഹീഹോ ദഈഫോ എന്നത് മനസ്സിലാക്കി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി ഇമാം സുഹരിയെ പോലത്തതായ പണ്ഡിതന്മാർ, മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്-സുഹരി, അങ്ങനെയല്ല അയാളുടെ പേര്? മുഹമ്മദ് ഇബ്നു ശിഹാബ് അല്ലേ? മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്-സുഹരി 2000-ഓളം ഹദീസുകളുടെ ഉടമയാണ്. അദ്ദേഹം താബിഈയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. അവരുടെ ഹിസ്റ്ററിയൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും കേൾക്കാൻ പോകുന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? അവരൊക്കെ അബൂ ഹുറൈറയെ, സുഹരിയെ, സഹാബാക്കൾ എന്നിട്ട് അബൂ ഹുറൈറയെ, താബിഈങ്ങൾ എന്നിട്ട് സുഹരിയെ, 2 വിഭാഗത്തെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് ആരുടെ ആദ്യം രംഗത്തിറങ്ങിയത്? എന്റെ ക്ലാസ് മെമ്പർമാരോടോ സത്യത്തിന്റെ വക്താക്കളോടോ അല്ല. ആരടാന്നുള്ള പദം ഉപയോഗിക്കുന്ന അവർക്കല്ല ഈ വിളി സത്യനിഷേധികൾക്കാണ്. ആരാണ് ആദ്യമായിട്ട് ലോകത്തിൽ അത് പറഞ്ഞു വിട്ടത്? ജൂതന്മാർ സൃഷ്ടിച്ചുവിട്ട ഓറിയന്റലിസത്തിന്റെ ഉടമകളാണ്. ആദ്യമായിട്ട് അത് പടച്ചുവിട്ടത്. അവരുടെ വാലും തൂങ്ങി നടക്കുന്ന വിഭാഗമാണ് ഇപ്പോൾ അതിനു വേണ്ടി പാടുപെടുന്നവർ. മനസ്സിലായില്ലേ? എന്താ ഈ അബൂ ഹുറൈറയെ തള്ളിയാൽ, സുഹരിയെ തള്ളിയാൽ വരാൻ പോകുന്നത്? നാം തുടങ്ങി വെച്ച, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച സുന്നത്ത് എന്നുള്ള വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിൽ നാം പറഞ്ഞ കാര്യങ്ങളാണത്. ഇവർ 2 പേരെ തള്ളിയാൽ എന്താ പ്രത്യേകത? പ്രധാനപ്പെട്ട നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ നാം നടപ്പാക്കി വരുന്ന ഹദീസുകളെല്ലാം അതിലൂടെ തകരും. പ്രധാനമായി നാം നമസ്കാരത്തിൽ, നോമ്പിൽ, സക്കാത്തിൽ, ഹജ്ജിൽ, ധർമ്മത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹ്യ സാമ്പത്തിക എല്ലാ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടപ്പാക്കേണ്ടതായ നമ്മുടെ വിധി വിലക്കുകൾ ഉൾക്കൊള്ളുന്നതായ ഹദീസുകൾ ഉണ്ടല്ലോ, ആ ഹദീസുകളുടെ ഹൃദയ ഭാഗങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ക്ലിയറായി മനക്കെട്ട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി അത് ശേഖരിച്ചു കൊണ്ടുവന്ന് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച മഹാവ്യക്തിത്വങ്ങളിൽ 2 വ്യക്തിത്വമാണ് സഹാബാക്കളിൽ അബൂ ഹുറൈറ, താബിഈങ്ങളിൽ സുഹരി, ഇമാം മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്-സുഹരി. ഈ 2 പേരെ റിമാർക്കുള്ള ആളാക്കി മാറ്റുമ്പോൾ ഓറിയന്റലിസ്റ്റുകാർക്ക് അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂത വിഭാഗം
അഹ്ലു കിതാബുകൾ ഉണ്ടാക്കിയതായ ആ വകുപ്പിന് ഇസ്ലാമിനെ തകർത്താൻ സാധിക്കുമെന്ന വ്യാമോഹമായിരുന്നു ഇതിലേക്ക് അവരെ പ്രേരിപ്പിച്ചത്. പക്ഷേ അത് സംഭവിക്കുന്ന കാര്യമാണോ? അല്ല, സംഭവിച്ചില്ല. വിജയിച്ചിട്ടില്ല. കേരളത്തിൽ ഹദീസിൽ പാണ്ഡിത്യം ഉള്ളവർ കുറഞ്ഞ നാട്ടിൽ വരേക്കും വിജയിച്ചില്ല. പിന്നെയല്ലേ മറ്റു നാടുകൾ. വടക്കേ ഇന്ത്യയിൽ ഒന്നും പെട്ടെന്ന് വിജയിക്കില്ല. കാരണം വടക്കേ ഇന്ത്യയിൽ മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാര് ഹദീസിൽ ആഴത്തിലിറങ്ങി ഇന്ന് വരെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന നാടാണ്. കേരളത്തിൽ അതിൽ വളരെ പിന്നിലുമാണ്. അത് ഞാൻ ധൈര്യസമേതം പറയുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ അടുത്ത് റിയാദിൽ നിന്നിട്ട് ഒരു കോൺഫറൻസിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രബന്ധത്തിന് വേണ്ടി അവർ പലപ്പോഴും എഴുതി. ഇപ്പോഴും എൻ്റെ കൂടെ അവർ അയച്ചതായ ഫാക്സുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഭാഷയിലൂടെ ഹദീസിൽ നടന്നതായ സേവനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് വിളിച്ചിട്ട് പലരോടും ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളൊന്നും രചിക്കപ്പെട്ടിട്ടില്ല മലയാളത്തിൽ ഹദീസിൽ. രചിക്കപ്പെട്ടവർ രചിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദുർലഭം. ആ ദുർലഭത്തിൽപ്പെട്ടവർ തന്നെ രചിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ എന്താണ്? ഇല്ലാത്ത കുറവുകൾ ഉണ്ടാക്കി ഹദീസിനെ തള്ളിപ്പറയാൻ വേണ്ടിയാണ്. ഹദീസിനെ വിശദീകരിക്കാൻ വേണ്ടിയോ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടിയോ ഹദീസിലൂടെ ജനങ്ങൾ അള്ളാഹിലേക്ക് എത്താൻ വേണ്ടിയോ അല്ല. ചിലരൊക്കെ ഹദീസിനെ കുറിച്ച് പലരും പരിഭാഷപ്പെടുത്തിയതും പഠനം നടത്തിയതും വിശാലമായ ഇൽമുൽ ഹദീസിന്റെ ആഴത്തിലിറങ്ങി ചിന്തിക്കുന്നതായ ആ ഗ്രഹണമായ ഭാഗത്തിലേക്ക് സൂചന നൽകിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നല്ലാതെ ഹദീസ് തീരെ അറിയുന്നില്ല കേരളക്കാർക്കെന്നോ ഹദീസ് തീരെ പഠിച്ചിട്ടില്ല കേരള പണ്ഡിതന്മാരെന്നോ എന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിന് നമ്മുടെ സൗദി അറേബ്യയിലേക്കോ അറബ് രാഷ്ട്രത്തിലേക്കോ വരണ്ട, നമ്മുടെ നാടാകുന്ന ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലുള്ളതായ പണ്ഡിതന്മാരുമായിട്ടൊരു താരതമ്യേന പഠനം നടത്തി നോക്കിയാൽ കേരളത്തിൽ ഹദീസിൽ ഉള്ള പാണ്ഡിത്യമുള്ളവരും അപ്രകാരം ഹദീസിലെ ഗ്രന്ഥങ്ങൾ രചിച്ചവരും വളരെ ദുർലഭമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രബന്ധം എഴുതാൻ മാത്രമുള്ള കൊഴുപ്പ് ഉള്ള സബ്ജക്റ്റ് കിട്ടുന്നില്ല എന്നർത്ഥം. അതേസമയത്ത് മറ്റു സ്റ്റേറ്റുകളിൽ നിന്നിട്ട് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ എഴുതിയവരെ കുറിച്ചൊക്കെ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ പ്രബന്ധങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വരുന്നു? ഇപ്പോൾ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി കോളേജുകളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് സന്തോഷ വാർത്തയാണ്. അതിന് കാരണം അള്ളാന്റെ അനുഗ്രഹം. രണ്ടാമത്തെ കാരണം ഗൾഫിലേക്കുള്ള വരവേൽപ്പ്. ആരുടെ വരവേൽപ്പ്? കേരളീയർ ഗൾഫിലേക്ക് വരാൻ തുടങ്ങിയതിന് ശേഷം പല ഫതഹകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ആ ഫതഹകളിൽ പെട്ടതായ ഒരു ഫതഹാണെന്ത്? ഇൽമിലേക്കുള്ള കവാടങ്ങൾ ഇങ്ങനെ തുറന്നു കിട്ടി. അത് പണ്ടത്ര ഇല്ല. കേസറ്റുകൾ പണ്ഡിതന്മാരുടെ വിവരണം ചെയ്യലും ഹക്കും ബാത്തിലും വിതരണം നടക്കുന്നുണ്ടെങ്കിലും ഹക്കായി ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള നല്ല മാധ്യമങ്ങൾ, നല്ല മേഖലകൾ വർദ്ധിച്ചു വരുന്നുണ്ട് കേരളത്തിൽ എന്നത് ഒരു സന്തോഷ വാർത്തയാണ്. അത് ഞാൻ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. അത് നമുക്ക് എണ്ണിപ്പറയേണ്ടതായ ഭാഗം തന്നെയാണ്. അത് ഇനിയും വികസിക്കട്ടെ. കേരളത്തിൽ ധാരാളം ഇൽമുൽ ഹദീസിൽ പാണ്ഡിത്യമുള്ളവരായ കുട്ടികളെ വളർത്തണമെന്ന നിർബന്ധം വെച്ചുകൊണ്ട് പഠനങ്ങൾ നടത്തുന്ന സിലബസുകളും കോളേജുകളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ പണ്ട് കേരളീയ പണ്ഡിതന്മാരുടെ സേവനങ്ങൾ ഇൽമുൽ ഹദീസിൽ എന്താണെന്ന് ചോദിച്ചാൽ തുറിച്ചു കാണുന്ന ഗ്രന്ഥങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതൊരു കുറവാണ് എന്നതാണ് പറഞ്ഞത്. മഖ്ദൂമികൾ എന്ന പേരിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു പൊന്നാനിയിൽ. ആ കുടുംബം അവരെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് അറബിയിൽ നിന്നിട്ട് പോയ കുടുംബമാണ്. അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ പിന്നെ നമ്മളുടെ വിലയും പോയി. കാരണം നമ്മളല്ലല്ലോ അവർ കേരളീയരല്ല, അറബികളാണെന്ന് പറയേണ്ടി വരും. ഏതായാലും നമുക്ക് അഭിമാനിക്കാം, കുറേ നൂറ്റാണ്ടുകളായിട്ട് അവർ താമസിച്ചത് നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ അവർ ഇത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, നമ്മുടെ നാഷണലിറ്റിക്കാരാണെന്ന് പറഞ്ഞ് സമാധാനിക്കാം. അവർ കുറേ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ ഹദീസിൽ എന്ത് കാണൂല. ഹദീസിൽ പാണ്ഡിത്യമുള്ള നമ്മുടെ നവവി ഇമാമിനെ പോലോത്ത, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലോത്ത, സുയൂത്തിയെ പോലോത്ത ഹദീസിൽ പാണ്ഡിത്യമുള്ളതായ പഠനങ്ങളല്ല അവർ നടത്തിയിട്ടുള്ളത്. അവരുടെ പഠനങ്ങളൊക്കെ ഷാഫി മദ്ഹബിൽ മാത്രം പരിമിതമായ കർമ്മശാസ്ത്രങ്ങളെ കുറിച്ചാണ് എന്നതുകൂടി അറിഞ്ഞിരിക്കൽ നല്ലതാണ് വിലയിരുത്തുമ്പോൾ എന്നത് ഞാൻ ഉണർത്തുന്നു. സമയം അവസാനിച്ചോ? സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ അനൗൺസ് ചെയ്തിരുന്നു എന്ത് ചുരുങ്ങിയാൽ ഒരു 10 മണിക്കോ 9:30 മണിയോ 10 മണിക്കോ മുമ്പായിട്ട് ക്ലാസ് തുടങ്ങണമെന്നൊക്കെ നമുക്ക് നിർബന്ധമുണ്ടായതും എന്നിട്ട് അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞതും ഞാൻ 9 മണിക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
വരാനായോ ആളെത്തിയോ എന്നറിയാൻ വേണ്ടി. അവസാനം 10 മണി വരേക്കും 10 മിനിറ്റ് മുമ്പ് വരേക്കും വേണ്ടത്ര സദസ്യരായിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ അതും കൂടി നികറ്റാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി നീണ്ട രാത്രിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് 7:30 മണിയാകുമ്പോൾ തന്നെ നിസ്കാരം അവസാനിക്കുകയാണ്, ഏശ നിസ്കാരം. അതുകൊണ്ട് രാത്രി നമുക്ക് ഫലപ്രദമായി മാറ്റുവാനും സുബഹി നമസ്കാരം ഇൻട്രസ്റ്റോട് കൂടി ആവേശത്തോടു കൂടി രാത്രി കഴിയുന്നത് ഉറങ്ങിയാൽ നന്നായിട്ട് ഇൻട്രസ്റ്റോട് കൂടി സുബഹിക്ക് അല്പം മുമ്പ് തന്നെ ഉണരാനും തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ ചാൻസ് കിട്ടുമല്ലോ. ആ ചാൻസുകളൊക്കെ നഷ്ടപ്പെടുന്നു നമുക്ക് എപ്പോൾ രാത്രി നാം രാത്രിയുള്ള ഉറക്കുകളെ നഷ്ടപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ താമസിപ്പിക്കുമ്പോഴോ. ഇതൊക്കെ പരിഗണിക്കാൻ അടുത്ത ക്ലാസ്സിൽ പരിശ്രമിക്കുക. നമുക്ക് കൂടുതൽ ക്ലാസ് ലഭിക്കൂല. അല്പം ക്ലാസ്സുകൾ കഴിഞ്ഞാൽ വീണ്ടും ഹജ്ജിന് വേണ്ടി നിർത്തേണ്ടി വരും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫാമിലി ക്ലാസ് ഹജ്ജിന് വേണ്ടി വീണ്ടും നിർത്തേണ്ടി വരും. അതുകൊണ്ട് 1-2 ആഴ്ച കഴിയുമ്പോൾ ഹാജിമാരെത്തിന്ന് കേൾക്കും. ഇപ്പോൾ തന്നെ ഹാജിമാരെ എത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നാട്ടിലൊക്കെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ. അതുകൊണ്ട് ഇതൊക്കെ ഇവിടുന്ന് പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുകൂടി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. പറഞ്ഞു വന്നതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു? അൽ അൻസാർ, അൻസാറുകൾ ആര്, അവരുടെ പേര്, അവർക്ക് ആര് പേര് വെച്ചു, എന്തിന് പേര് കിട്ടി, അവരുടെ ഹിസ്റ്ററി എന്താണ്, അവരെക്കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞു, അവരെക്കുറിച്ച് സുന്നത്ത് എന്ന് പറഞ്ഞു, അവരിൽ നിന്നിട്ട് പ്രഗത്ഭരാരാണ്, പുരുഷന്മാരിൽ ആരാണ്, സ്ത്രീകളിൽ ആരാണ്, അവരിൽ നിന്നിട്ടെല്ലാം നാം പഠിക്കേണ്ടതായ പാഠങ്ങൾ എന്താണ് എന്നത് അൻസാറുകൾ ജീവിച്ച നാട്ടിൽ ഇരുന്നു കൊണ്ട് പഠിക്കുമ്പോൾ ഒരു പ്രത്യേക ആസ്വാദനമുണ്ട്. അതാണ് അടുത്ത ക്ലാസ്സുകളിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നാം പഠിക്കാൻ പോകുന്നത് ഈ ഫാമിലി ക്ലാസ്സിലൂടെ. അതിൽ സ്ത്രീകൾക്ക് ആവശ്യമുള്ളതും ഇടയ്ക്കിടെ നമുക്ക് പറയുകയും ചെയ്യാം. അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആത്മാർത്ഥത നൽകട്ടെ, വിജ്ഞാനം നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.